സംസ്ഥാനത്ത് നടന്ന 3 ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം നാളെ വരാനിരിക്കെ വോട്ടെണ്ണൽ ആരംഭിക്കാനിരിക്കെ ആ വോട്ടെണ്ണലിന് വേണ്ടി രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെയും നെഞ്ചിടിപ്പോടെയും കാത്തിരിക്കുന്നുവെന്ന് മാധ്യമങ്ങൾ ഒരു ഭാഗത്ത് പറയുമ്പോൾ തന്നെ അത്തരത്തിലുള്ള ഒരു ആകാംക്ഷയും നെഞ്ചിടിപ്പും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ മൊത്തത്തിലുണ്ടോ എന്നുള്ള മറുചോദ്യം കൂടി ഒരു ഭാഗത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 3 ഉപതെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ പൊതു മനസാക്ഷിയെ സംബന്ധിച്ചിട്ട് നിലവിലിരിക്കുന്ന ഭരണകൂടത്തോട് പ്രതികരിക്കാൻ കഴിയുന്ന ഒരു ചേതോവികാരം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ 3 ഉപതെരഞ്ഞെടുപ്പുകൾ കെട്ടിവെക്കപ്പെട്ട ഉപതെരഞ്ഞെടുപ്പുകളാണ് എന്നുള്ള ചിന്ത പൊതുസമൂഹത്തിൻ്റെ മനസാക്ഷിയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടാണ് പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായത് എന്ന് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ, രാഷ്ട്രീയ സാമൂഹ്യ മനഃശാസ്ത്രജ്ഞർ കൂടിയായ നിരീക്ഷകർ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്ന് മാത്രമല്ല, ഒരു ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ്, 2 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സ്വാഭാവികഗതിയിലാണെങ്കിൽ അത് നിശബ്ദമായി നടന്നു പോകേണ്ടിയിരുന്ന ഒന്നാണ്. അത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിട്ട് നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതിൻ്റെ സൂചനകൾ ഒന്നും ഉണ്ടാക്കാതെ പോവേണ്ടതായിരുന്നു. പക്ഷേ ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളും അതിൻ്റെ തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ആരംഭിച്ച ഉദ്വേഗജനകമായ നാടകീയമായ സംഭവവികാസങ്ങൾ കൊണ്ട്, കൂറുമാറ്റങ്ങൾ കൊണ്ട്, ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട്, കള്ളപ്പണ വിവാദങ്ങൾ കൊണ്ട് അടക്കം തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് എടുപ്പിൻ്റെ ദിവസം വരെയും തുടർന്ന ഒട്ടും പ്രതീക്ഷിക്കാത്ത വലിയ ആൻറ്റി ക്ലൈമാക്സുകളിലൂടെ കടന്നു പോയത് കൊണ്ട് ആണ് ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളുടെയും ഫലം രാഷ്ട്രീയ കേരളം നെഞ്ചിടിപ്പോടുകൂടി കാത്തിരിക്കുന്നുവെന്ന് വരുത്തി തീർക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ നെഞ്ചിടിപ്പിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് കേരള വിഷൻ ന്യൂസ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഏറ്റവും ഒടുവിലത്തെ രാഷ്ട്രീയ സ്പന്ദനങ്ങളെ പങ്കുവയ്ക്കാൻ ശ്രമിക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ഹരിപ്രിയ ചേരുന്നു ഇപ്പോൾ നമ്മോടൊപ്പം. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു LDFിൽ നിന്ന്, നിഷാന്ത് സൂടൻ BJPയിൽ നിന്ന്. ഈ 3 അതിഥികളെയും നമ്മൾ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തും. അതിനു മുൻപ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൊതുചിത്രം വ്യക്തമാക്കുന്ന ഒരു മൊണ്ടാഷിലേക്ക് നമ്മൾക്ക് പോകേണ്ടതുണ്ട്. മൂന്ന് മുന്നണികളുടെയും പ്രധാനപ്പെട്ട നേതാക്കളെ ഈ സംഭാഷണത്തിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഇതൊരു സംഭാഷണം മാത്രമാണ്. വോട്ട് എണ്ണലിന് മുമ്പുള്ള ഒരു മിണ്ടിയും പറഞ്ഞുമുള്ള ഇരിപ്പ്, നമ്മൾക്ക് മിണ്ടിയും പറഞ്ഞും ഇരിക്കാമെന്ന് പറയാവുന്ന രീതിയിൽ അത്രമേൽ സാരല്യത്തോടുകൂടി ഈ സംഭാഷണത്തെ നമ്മൾക്ക് സമീപിക്കാം. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമായ പാലക്കാട്ടേക്കാണ് നമ്മൾ നമ്മുടെ ശ്രദ്ധ ആദ്യം തിരിക്കുന്നത്. ശക്തമായിട്ടുള്ള ത്രികോണ മത്സരത്തിൽ BJP അവിടെ അട്ടിമറി വിജയം നേടാൻ സാധ്യതയുണ്ട് എന്ന് ഒരു വിഭാഗം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ രീതിയിലുള്ളൊരു മണ്ഡലമാണ് അത്. കോൺഗ്രസും BJPയും അതേപോലെ തന്നെ LDFും തമ്മിൽ കനത്ത പോരാട്ടം അവിടെ നടന്നു. കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുത്ത P സരിനെ മുൻനിർത്തി മണ്ഡലം പിടിക്കാൻ ഇടതുപക്ഷം വലിയ രീതിയിലുള്ള ശ്രമം നടത്തി. കേരള രൂപീകരണം മുതലുള്ള ഒരു മണ്ഡലം എന്നുള്ള നിലയ്ക്ക് പാലക്കാട് വളരെ പ്രധാനപ്പെട്ട മണ്ഡലമാണ്. വലതുപക്ഷ മനസ്സുള്ള മണ്ഡലമാണെങ്കിലും ഇടതുപക്ഷത്തെ പുണരാൻ മടി കാണിക്കാത്ത മണ്ഡലം എന്നുള്ള നിലയ്ക്ക് അത് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ഈ സംഭാഷണത്തിലേക്ക് ആദ്യം പോകുന്നതിന് മുൻപ് 3 മുന്നണികളുടെയും നേതാക്കളിലേക്ക് നമ്മൾക്ക് പോകേണ്ടതുണ്ട്. ഹരിപ്രിയ, കോൺഗ്രസ് നേതാവ് ഡോക്ടർ ഹരിപ്രിയ കോഴിക്കോട്ട് നിന്ന് ചേരുന്നു. ഡോക്ടർ ഹരിപ്രിയ, പാലക്കാടിനെ സംബന്ധിച്ചിട്ട് വോട്ട് എണ്ണാൻ തുടങ്ങുമ്പോൾ ഒരു കോൺഗ്രസ് പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് എന്തായിരിക്കും നാളത്തെ വലിയ പ്രതീക്ഷ? പാലക്കാടിനെ കുറിച്ച് വലിയൊരു ചിന്തയ്ക്കോ അല്ലെങ്കിൽ ഒരു കണക്കുകൂട്ടലിൻ്റെയോ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പാലക്കാട് ഈ ഇലക്ഷൻ ആദ്യം പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാക്കൂട്ടത്തിൽ. രാഹുൽ മാക്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ച അന്നു മുതൽ തുടങ്ങിയിരിക്കുന്ന വിവാദങ്ങൾ നമുക്കറിയാം. രാഹുലിനെ എങ്ങനെയാണ് സ്ഥാനാർത്ഥിയാക്കപ്പെട്ടത്,
അദ്ദേഹത്തിനെ മറ്റാരുടെയൊക്കെയോ പിന്തുടർച്ചാവകാശമെല്ലാം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ എങ്ങനെയാണ് മറ്റ് കക്ഷികൾ കണ്ടിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ നിന്ന് ചർച്ചകൾ ഇലക്ഷൻ്റെ ഘട്ടങ്ങളിലേക്ക് ഇലക്ഷനിലേക്ക് കടന്നതോടുകൂടെ പുതിയ ഒരുപാട് സംഭവ വികാസങ്ങൾ രാഹുലുമായി ചുറ്റിപ്പറ്റിയുണ്ടായി. ഏറ്റവും പ്രധാനം മറ്റൊന്നുമല്ല, നമ്മൾ കണ്ട നീല ട്രോളി ബാഗുമായിട്ട് ബന്ധപ്പെട്ട വലിയ ചർച്ച. 2 വനിതാ നേതാക്കളുടെ മുറിയിൽ രാത്രി 12 മണിക്ക് കടന്നു ചെന്ന് വാതിലിൽ മുട്ടി വിളിച്ച് അവരുടെ കിടപ്പ് സ്ഥലം പരിശോധിക്കണമെന്നാവശ്യപ്പെടുന്ന മറ്റെവിടെയും കാണാത്ത ചില സാഹസത്തിന് ഇവിടെ ശ്രമം നടന്നുവെങ്കിൽ, പോലീസിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു ശ്രമം നടന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും ഇവിടെ ഭരിക്കുന്ന ഭരണമുന്നണിയുടെ ആശങ്ക തന്നെയാണ് അതിൽ പ്രതിഫലിക്കുന്നത് എന്നുള്ളതിൽ നമുക്കൊരു തർക്കവുമില്ല. അതുമാത്രമല്ല, ഈ പ്രാവശ്യം രാഹുൽ മാക്കൂട്ടത്തിൽ വോട്ട് ചോദിക്കുന്നത് തനിക്കുള്ള വോട്ടല്ല, മറിച്ച് തൻ്റെ മുൻഗാമിയായി അവിടെ ഉണ്ടായിരുന്ന ഷാഫി പറമ്പിൽ, ആ മണ്ഡലം നിലനിർത്തിയിരുന്ന എം എൽ എ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വളരെ ഫലപ്രദമായി നടത്തിയ ഇടപെടലുകളുടെ കൂടെ വോട്ടാണ് രാഹുൽ മാക്കൂട്ടത്തിൽ ചോദിക്കുന്നത്. ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇത്ര ജനകീയനായി പാലക്കാട് മണ്ഡലത്തിൽ മറ്റൊരു MLA, മറ്റൊരു ജനപ്രതിനിധി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ പാലക്കാട്ടുകാർ പറയും ഇല്ലായിരുന്നു എന്ന്. കാരണം ഓരോ വീട്ടിലെയും കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ ഹൃദയത്തിൽ ഒരു വലിയ സ്ഥാനം നേടിക്കൊണ്ടാണ് ഷാഫി പറമ്പിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവിടെയുള്ള സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ തൊട്ടറിഞ്ഞുകൊണ്ടാണ് പോയത്. നമുക്കറിയാം, ഏറ്റവും പ്രധാനമായും അവിടെ ഇപ്പോൾ നമ്മളെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട അവിടുത്തെ രഥോത്സവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അവിടെ കറണ്ടുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വിഷയങ്ങൾ, ഇലക്ട്രിസിറ്റി ലൈൻ ഉണ്ടാക്കിയിരുന്ന വലിയ പ്രശ്നത്തെ അതിനെ തരണം ചെയ്യുന്നതിനു വേണ്ടി ഷാഫി പറമ്പിൽ ഒരുക്കിയ ഒരു വലിയ പദ്ധതി, ആ പദ്ധതി എന്തുമാത്രം വിജയകരമായിരുന്നു എന്നുള്ളത് ഓരോ പ്രാവശ്യം രഥോത്സവം കടന്നു പോകുമ്പോഴും അവിടുത്തെ ജനങ്ങൾ ഓർക്കുകയാണ്. പാലക്കാടിന് ഒരു മെഡിക്കൽ കോളേജ്, ഒരു വലിയ സ്വപ്നമായി നിലനിന്നിരുന്ന മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉള്ള കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് പാലക്കാട് സ്ഥാപിക്കപ്പെടുമ്പോൾ വികസനത്തിൻ്റെ പുതിയൊരു പാത തുറന്നു വയ്ക്കുകയാണ്. അവിടെ പഠിക്കാൻ മാത്രമല്ല, ആ പ്രദേശത്ത് താമസിക്കുന്ന പാലക്കാട് നിയോജകമണ്ഡലത്തിൽ മാത്രമല്ല, പാലക്കാട് ജില്ലയിലെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ളവർ മറ്റ് തൃശ്ശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളെ ആശ്രയിച്ചിടുന്നിടത്ത് നിന്ന്, അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോകേണ്ടിയിരുന്ന അവസ്ഥയിൽ നിന്ന് മാറി പാലക്കാടിന് സ്വന്തമായ ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചുകൊണ്ട് വിപ്ലവകരമായ ആരോഗ്യ മേഖലയിലെ ഒരു മാറ്റത്തിനാണ് ഷാഫി തുടക്കമിട്ടത്. ഇത്തരത്തിൽ വികസന പ്രവർത്തനങ്ങളുടെ ചെയ്തിട്ടുള്ള ഗുണപരമായ കാര്യങ്ങൾ നിരവധി ഉണ്ടാവും. ആ ഗുണപരമായ നിരവധി കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് വോട്ടെണ്ണുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് പറയാനുള്ളത്? തീർച്ചയായിട്ടും രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വോട്ട്, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ അനുസരിച്ചും പാർട്ടിയുടെ ഒരു ഇതുവരെ കിട്ടിയിരിക്കുന്ന കണക്കനുസരിച്ചും അത് 15,000-ന് മുകളിലേക്ക് പോകുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. വളരെ ചെറുപ്പക്കാരൻ, വളരെ ഹരിപ്രിയയുടെ അഭിപ്രായം. നമ്മൾക്ക് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു LDF-ലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുൻപ് ഇതുവരെ പാലക്കാട് മണ്ഡലത്തിൽ നടന്നിട്ടുള്ള 16 തെരഞ്ഞെടുപ്പുകളെ കുറിച്ചൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ആ 16 തെരഞ്ഞെടുപ്പുകളിൽ 11 തവണയും വിജയം കോൺഗ്രസിനായിരുന്നു, കോൺഗ്രസ് പക്ഷത്തിനായിരുന്നു. 6 തവണ ഇടതുപക്ഷത്തിന് അവിടെ ജയമുണ്ടായി. മണ്ഡലം ഏറ്റവും കൂടുതൽ തവണ കൈവശം വെച്ചത് കോൺഗ്രസിലെ CA സുന്ദരമാണ്. 5 തവണ അങ്ങനെ കൈവശം വെച്ചു. 1977 മുതൽ 1996 വരെയാണ് അവിടെ CA സുന്ദരം അങ്ങനെ അത് കൈവശം വെച്ചത്. CM സുന്ദരം കഴിഞ്ഞാൽ മണ്ഡലം രണ്ടാമത് കൂടുതൽ കൈവശം വെച്ചത് ഷാഫി പറമ്പിലാണ് എന്നുള്ള കാര്യമാണ് ഈ നിമിഷങ്ങളിൽ ഓർക്കേണ്ടത്. അത് 3 തവണയാണ് എന്നുള്ളതാണ്. 2011, 2016, 2021 എന്നീ വർഷങ്ങളിൽ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയായിട്ട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നടന്നത് BJPയുടെ വളർച്ചയാണ്. ആ വളർച്ചയിലേക്ക് നമ്മൾക്ക് വരാം. അതിനു മുൻപ് LDF-നെ സംബന്ധിച്ചിട്ട് PM സുരേഷ് ബാബു അഡ്വക്കേറ്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ വക്താവ് സംസാരിക്കുകയുണ്ടായത്. ലഭിക്കുന്ന ഭൂരിപക്ഷം 10,000 എന്നാണ് അല്ലേ സൂചിപ്പിച്ചതല്ലേ? 15,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, LDF-നെ സംബന്ധിച്ചിട്ട് സരിന് ലഭിക്കുന്ന ഭൂരിപക്ഷം എത്രയായിരിക്കും? ഞാനിതിനകത്തൊരു അരിത്തമെറ്റിക്കൽ പ്രോഗ്രഷൻസിനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ശ്രീ രാഹുൽ മാക്കൂട്ടം എന്ന് പറയുന്ന എൻ്റെ സഹോദരൻ, ഞാൻ പണ്ട്
കേരള വിദ്യാർത്ഥി യൂണിയന്റെ കാലത്തും യൂത്ത് കോൺഗ്രസിന്റെ കാലത്തും ഇരുന്ന കസേരകളിൽ ഇപ്പോൾ ഇരിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് കേരളീയ പൊതുസമൂഹത്തിനോട് സംവേദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ആളാണ് ഡോക്ടർ സരീൻ. ഡോക്ടർ സരീനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്രത്തോളം പ്രാക്ടിക്കൽ ഫീൽഡിലേക്ക് വന്നിട്ടില്ലാത്ത ആളാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം AICC ഓഫീസുമായി കേന്ദ്രീകരിച്ചും ഞാനൊക്കെ KPCCയിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ അവിടെയുള്ള ഈ ഒരു നമ്മുടെ പുതിയ ഇലക്ട്രോണിക് മാധ്യമങ്ങളുമായുള്ള വിചാരങ്ങളിലും വികാരങ്ങളിലും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഡോക്ടർ സലീം. അദ്ദേഹം ഒരു സൈലന്റ് സ്പെക്ടേറ്റർ എന്ന നിലയ്ക്കാണ് രാഷ്ട്രീയത്തെ കണ്ടുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട് അദ്ദേഹം ആ പാർട്ടി വിടേണ്ടി വന്നു എന്നതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായൊരു വിവരമൊന്നും ഇപ്പോൾ ലഭ്യമല്ല. അദ്ദേഹം പാർട്ടി വിട്ട് ഉടനെ തന്നെ മറ്റൊരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വന്നു. ആ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് പാർട്ടി വിട്ടു എന്ന് അന്വേഷിക്കും. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. രാഹുൽ മാക്കൂട്ടത്തിനെ പോലെ തന്നെ നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന ഒരാളാണ് ഡോക്ടർ സരീനും ഞാനുമൊക്കെ. പക്ഷെ അദ്ദേഹം എന്തുകൊണ്ട് പാർട്ടി വിട്ടു എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെതായ ഒരു വേർഷൻ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കറിയാം, ഞാനും ആ പാർട്ടി വിടേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഇന്നും ആ പാർട്ടിയോട് എന്തെങ്കിലും തരത്തിലുള്ളൊരു പകയോ എന്തെങ്കിലും തരത്തിലുള്ളൊരു വിദ്വേഷമോ അതിൻ്റെ ആശയത്തോടെ എന്തെങ്കിലും തരത്തിലുള്ള വിയോജിപ്പോ സൂക്ഷിക്കുന്ന ഒരാളല്ല. അതൊക്കെ താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി, താങ്കൾക്കും അതേപോലെ പാർട്ടി വിടേണ്ടി വന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ പി സരീൻ എന്തുകൊണ്ട് പാർട്ടി വിട്ടു എന്നുള്ള കാര്യം താങ്കൾക്കും പോലും അറിയില്ല എന്ന് താങ്കൾ സൂചിപ്പിച്ചു. ഇത് വോട്ടർമാർക്ക് പോലും അറിയില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിലവിലിരിക്കുന്ന ഒരു പാർട്ടിയിൽ നിന്ന് വിട്ടു പോകുന്നതിനെ കുറിച്ച് വ്യക്തതയില്ലാതിരിക്കുമ്പോൾ പിന്നെ അത് വോട്ടിങ്ങിനെ ബാധിച്ചിട്ടുണ്ടാവില്ലേ? അതല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ തെറ്റായി ധരിക്കുന്നതാണ്, അല്ലെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതാണ്. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് അദ്ദേഹം പാർട്ടി വിട്ടു എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്, വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ പ്രദേശത്തെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം കോൺഗ്രസിന് വേണ്ടി ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം നിന്ന് അതിൻ്റെ ഇലക്ട്രോണിക് മീഡിയയും ഡിജിറ്റൽ ഫംഗ്ഷനിങ്ങും നടത്തിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ പാർട്ടിയിൽ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നതുകൊണ്ട് അദ്ദേഹം വിട്ടു എന്നുള്ളത് വളരെ വ്യക്തമായി ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ടർമാരോട് ചോദ്യങ്ങളുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് ഒരു സ്വന്തമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയില്ല? CPM സ്ഥാനാർത്ഥിയെ കോൺഗ്രസിൽ നിന്ന് ആളെ കിട്ടിയിട്ടുള്ളതാണ്. അത് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. സ്വതന്ത്രന്മാരെ കണ്ടുപിടിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കൈവശത്തിലുള്ള സ്ഥാനങ്ങൾ തട്ടിയെടുക്കുന്നു എന്ന് പറയുന്നില്ലെങ്കിലും അത് പിടിച്ചെടുക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉം പല കാലാകാലങ്ങളായി ശ്രമം നടത്തിയിട്ടുണ്ട്. ആ ശ്രമങ്ങളിൽ 99% വിജയിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ. അവിടെ ഈ TK ഹംസ അത്തരമൊരാളല്ലേ. TK ഹംസ കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് വരെ ആയിരുന്ന ആളാണ്. അദ്ദേഹത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് അദ്ദേഹത്തിന് വരേണ്ടി വന്നിട്ടില്ലേ? അവിടെ ഓരോ ഘട്ടത്തിലും ഓരോ തലത്തിലുമുള്ള ആളുകൾ പലതവണകളായി കോൺഗ്രസ് പാർട്ടി വിടേണ്ടി വന്നിട്ടുള്ളത് ആശയങ്ങളിൽ നിന്നുള്ള വ്യതിചലനം ആ പാർട്ടി കൊണ്ടു നടക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ തവണ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിഷയം ശ്രീ ഷാഫി പറമ്പിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അദ്ദേഹം എൻ്റെ സ്നേഹിതനാണ്. അദ്ദേഹത്തിനോട് എനിക്ക് വളരെ സ്നേഹവും ബഹുമാനവും ഉള്ളൊരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം ആണ് അവിടുത്തെ പുരോഗമനത്തിൻ്റെ അല്ലെങ്കിൽ പുരോഗതിയുടെ വക്താവ് എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. അവിടുത്തെ മെഡിക്കൽ കോളേജിൻ്റെ ഉപജ്ഞാതാവ് ശ്രീ ഷാഫിയല്ല. അവിടുത്തെ മറ്റു തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എന്തെങ്കിലും ഒന്ന് ഇപ്പോൾ 6000 കോടി ഉറുപ്പിക വെച്ചുകൊണ്ട് പാലക്കാട് അവിടെ ഒരു കോറിഡോർ വ്യവസായ കോറിഡോർ സ്ഥാപിക്കപ്പെടാനുള്ള ഉണ്ട്. ഷാഫിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പക്ഷേ ഒരു MLA എന്നുള്ള നിലയിൽ അദ്ദേഹം വഹിക്കുന്ന പങ്കിനെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനൊന്നും കുറവില്ല. കാരണം MLAക്ക് MLAയുടേതായ റോളുണ്ട്. അത് കഴിഞ്ഞ 14 വർഷത്തിൻ്റെ അടുത്തോട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. അത് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ
അത് രാഹുൽ മാക്കൂട്ടത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ച വഴി അവിടുത്തെ കോൺഗ്രസ്സുകാർ അംഗീകരിക്കുന്നില്ല. അതാണ് അതിന്റെ വസ്തുത. അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊരു ഹയറാർക്കി പോലെ കാര്യങ്ങൾ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി സ്ഥാനമൊഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ, എനിക്ക് വയനാടിനെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരാളെ നിർദ്ദേശിക്കാനില്ല, പ്രിയങ്ക ഗാന്ധിയുടെ പേര് മാത്രമേ എൻ്റെ മനസ്സിൽ വരുന്നുള്ളൂ എന്ന്. ഇവിടെ ശ്രീ ഷാഫി പറമ്പിൽ പറയുന്നു എനിക്ക് ഇന്നയാളെയാണ് നിർദ്ദേശിക്കാനുള്ളത്. അപ്പുറത്ത് നമ്മുടെ കഴിഞ്ഞ ചേലക്കരയിലെ അന്ന് ജയിച്ചു പോയിരുന്ന ശ്രീ ഷമ്യ ഹരിദാസ് പറയുന്നത് ചേലക്കരയിലെ ആലത്തൂരാണ് അവർ ജയിച്ചത്, ചേലക്കരയിലാണ് തെരഞ്ഞെടുപ്പ് വരുന്നതെങ്കിൽ ഞാൻ തന്നെ മത്സരിക്കുമെന്ന്. അതല്ല ഒരു പാർട്ടിയുടെ ഫംഗ്ഷനിങ്. ഒരു ജനാധിപത്യ സംവിധാനമുള്ളൊരു പാർട്ടി ആ പാർട്ടിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ച് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടതാണ്. എൻ്റെ സഹോദരി ഹരിപ്രിയയും ഞങ്ങളുമൊക്കെ ഒരുമിച്ച് പാർട്ടി പ്രവർത്തനങ്ങൾ ധാരാളം നടത്തിയിട്ടുള്ളതാണ്. അന്ന് നടന്നിട്ടുള്ള സംഭവങ്ങളും പ്രവർത്തന രീതിയും ഇതാണെന്ന് ഹരിപ്രിയക്ക് വ്യക്തിപരമായി എന്നോട് സംസാരിക്കാൻ കഴിയില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കേണ്ടത്. അവിടെ ഈ തവണ ഞാൻ അസസ്മെന്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ തവണ ശ്രീ ഡോക്ടർ സെറിൻ നല്ല ഭൂരിപക്ഷത്തിൽ ഈ തവണ ജയിച്ചു വരും. അതിന് കാരണങ്ങൾ പലതാണ്. ആ കാരണങ്ങൾ നമുക്ക് വരാം. അതാണ് അങ്ങനെ ഡോക്ടർ പി സരിൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുമെന്നാണ് LDF സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ മണ്ഡലത്തെ സംബന്ധിച്ചിട്ട് നേരത്തെ അത് ചേലക്കരയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴൊക്കെ അവിടെ ഒരു ത്രികോണ മത്സരം നടന്നുവെന്ന് ചില മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിക്കുകയുണ്ടായി. അത് ത്രികോണ മത്സരമല്ല എന്നുള്ള നിലയ്ക്ക് അതിനെ ഖണ്ഡിക്കുകയും ചെയ്യും. പക്ഷേ പാലക്കാടിനെ സംബന്ധിച്ചിട്ട് ആ ത്രികോണ മത്സരം എന്ന വാക്ക് വളരെയധികം അർത്ഥഗർഭമാണ്, അത് പ്രസക്തവുമാണ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. BJPയുടെ വളർച്ചയാണ് ആ മണ്ഡലത്തെ ശ്രദ്ധേയമാക്കുന്നത്. അത് പാലക്കാട് നഗരസഭ, അതേപോലെ പിരായിരി, കണ്ണാടി, മാത്തൂർ എന്നീ പഞ്ചായത്തുകൾ ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ മണ്ഡലം. 2 വട്ടമായിട്ട് നഗരസഭ ഭരിക്കുന്ന BJP ഒരു ഭാഗത്ത്, നഗരസഭയിലും പിരായിരി പഞ്ചായത്തിലും ശക്തമായ അടിത്തറയുള്ള കോൺഗ്രസും അതേപോലെ കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകളിൽ മേൽക്കൈയുള്ള ഇടതുപക്ഷവും എല്ലാം അടവും പുറത്തെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലം ആര് പിടിക്കുമെന്നുള്ളത് പ്രവചനാതീതമായ ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ ഒരുക്കി എന്നുള്ളതിലും ഒരു സംശയവുമില്ല എന്ന് പറയേണ്ടി വരും. സംശയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തുകയും ചെയ്യാം അതിഥികളിലേക്ക് വരുമ്പോൾ. എന്തായാലും ഈ മണ്ഡലത്തിൽ ഇത്തവണത്തെ അടക്കം 4 തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ പോളിംഗ് ശതമാനം 70-നും 72-നും ഇടയിലാണ് എന്നാണ് കാണാൻ കഴിയുന്നത്. ഇതിൽ ഉപതെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത്. അത് 70.51%. 2021 അപേക്ഷിച്ച് 5% കുറവുമുണ്ടായി. ഇതിൽ 2021 തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി ശ്രീധരൻ മത്സരിച്ചപ്പോഴാണ് BJP ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത്, 50,220 വോട്ടുകൾ. ശ്രീധരൻ്റെ പ്രകടനം കൃഷ്ണകുമാർ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ആവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്? അതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡലം പിടിക്കാമെന്നുള്ള ആത്മവിശ്വാസമുണ്ടോ BJPക്ക്? അതാണ് BJPയുടെ നേതാവ് നിഷാന്ത് സുഗുണിനോട് ചോദിക്കാനുള്ളത്. അവിടെ മണ്ഡലം പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണോ പ്രധാനപ്പെട്ട ചോദ്യമായി താങ്കൾ കരുതുന്നത്? അതോ എത്ര ഭൂരിപക്ഷത്തിന് BJP അവിടെ ജയിക്കുമെന്നുള്ള ചോദ്യത്തെയാണോ താങ്കൾ പ്രാധാന്യത്തോടു കൂടി കാണുന്നത്? വിഷയമാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ ദിവസങ്ങളുടെ കണക്കും പലതരത്തിൽ നമുക്ക് ഈ തെരഞ്ഞെടുപ്പുണ്ടായ ഒരു സാഹചര്യത്തെ കുറിച്ച് ഇങ്ങനെ നമുക്ക് സാധിക്കുവാതിരിക്കാൻ സാധ്യമല്ല. ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ആ പൊതു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഒരു MLA രാജിവെച്ചതിന് ശേഷം അവിടെ രാജിവെക്കുന്നതൊക്കെ സ്വാഭാവികമാണ്. പല സ്ഥലങ്ങളിലും രാജിവെക്കാറുണ്ട്. പക്ഷെ ആ MLA തന്നെ അടുത്ത ആളുകൾക്ക് നേരത്തെ ബഹുമാനിയായ ശ്രീസ്വാമി സാർ പറയുന്നത് പോലെ തന്നെ ആ MLA തന്നെ വേറൊരാൾ നോമിനേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. അത് ഒരിടത്തല്ല, എല്ലാ കോൺഗ്രസിന്റെ എല്ലാ സീറ്റുകളിലേക്കും അതാത് സ്ഥാനാർത്ഥികൾ തന്നെ അടുത്ത ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുന്ന
ഒരു തലത്തിലേക്ക്, എന്നിട്ടത് കോൺഗ്രസിന്റെ നിലപാട് ആണ് എന്നുള്ള തരത്തിലേക്ക് വ്യാഖ്യാനിപ്പിച്ചു കൊണ്ടുവന്നു. പക്ഷേ അവിടുത്തെ ജില്ലാ നേതൃത്വവും അവിടുത്തെ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വങ്ങളൊക്കെ വളരെ ശക്തമായി എതിർപ്പ് പരസ്യമായി ആദ്യം പ്രകടിപ്പിക്കുകയും പിന്നെ അത് എതിർപ്പ് സംഘടനാപരമായ ചില ഇടപെടലുകൾ കൊണ്ട് അത് എതിർപ്പ് അവിടെ അവർക്ക് മൂടിവെക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ ഉള്ളിൽ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ ഈ വിഷയം വളരെ ഗൗരവമായിട്ടാണ് അവിടെ ചർച്ച ചെയ്തത്. അതാണ് ഞങ്ങൾ പറയുന്നത്, കോൺഗ്രസിനവിടെ ഇത്തവണ പാലക്കാട് വളരെ വലിയ വോട്ട് ചോർച്ച ഉണ്ടാകും എന്നുള്ള കാര്യം വളരെ ഗൗരവത്തോടു കൂടിയാണ് BJP കാണുന്നത്. കാരണം അത് നമ്മൾ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഫീൽഡിൽ ഇറക്കി പ്രവർത്തിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്കത് ബോധ്യപ്പെടുന്ന കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ പല പ്രമുഖരായിട്ടുള്ള പ്രാദേശിക നേതാക്കന്മാരും സജീവമായി ഇലക്ഷൻ പ്രചരണത്തിനില്ലായിരുന്നു. സജീവമായി ഇലക്ഷൻ പ്രവർത്തനത്തിന് അവർ മാറി നിന്നു. നമുക്ക് ഏറ്റവും ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പീരായി പഞ്ചായത്തിൽ തന്നെ ഏകദേശം 10,000-ഓളം വോട്ടാണ് ഇത്തവണ പോളിംഗ് കുറവായിട്ട് വന്നത്. കോൺഗ്രസിന് ഏറ്റവും മേൽക്കൈ കിട്ടേണ്ട ഒരു പഞ്ചായത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കണം, 10,000 വോട്ടുകൾ ഇത്തവണ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ തവണ പോൾ ചെയ്ത 10,000-ൽ പരം വോട്ടുകൾ പോൾ ചെയ്തില്ല. നമ്മൾ പരിശോധിക്കണം, ഞാൻ കണക്കുകൾ നോക്കിയപ്പോഴാണ്. അപ്പോൾ കോൺഗ്രസിന് ലീഡ് കൊടുക്കേണ്ട ആ പഞ്ചായത്തിൽ പോലും 10,000-ൽ പരം വോട്ടുകൾ പോൾ ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിനർത്ഥം അവിടുത്തെ പ്രാദേശിക ഈ പുറമേ ഉള്ള ഗിമ്മിക്കുകൾക്ക് അപ്പുറം പ്രാദേശിക നേതൃത്വം അവിടെ വളരെ സജീവമായി കോൺഗ്രസ് പ്രവർത്തനത്തിന് വേണ്ടി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു വശമാണ്. നമുക്കത് ഈ വോട്ടെടുപ്പിന്റെ ദിവസം ബൂത്തുകളിലെ കോൺഗ്രസിന്റെ സജീവമല്ലാത്ത സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF സംവിധാനത്തിന്റെ ഒരു കാര്യം. അവിടെ കുറച്ചെങ്കിലും ആക്റ്റീവായിട്ട് പ്രവർത്തനങ്ങൾ നടത്തിയത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ്. അപ്പോൾ ആ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ മാത്രമാണ് കുറച്ച് UDF എന്നുള്ള സംവിധാനത്തിൽ സജീവമായി പ്രവർത്തന രംഗത്തുണ്ടായിരുന്നത് എന്നുള്ളത് അവിടെ പ്രവർത്തിച്ചിട്ടുള്ള താഴേക്കടയിൽ പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും കൃത്യമായി ബോധ്യപ്പെട്ടതാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് LDFനെ സംബന്ധിച്ചിടത്തോളം LDFൽ അവരുടെ ചിഹ്നത്തിൽ സാധാരണ നമുക്കറിയാലോ, ഈ LDFന് ഒരു കേഡർ സ്വഭാവമുണ്ട്. അവർക്ക് അവരുടെ ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ കിട്ടിയില്ലെങ്കിൽ അവരെ വോട്ടുകൾ അവർക്ക് കൃത്യമായി പോൾ ചെയ്യപ്പെടാറില്ല. പലയിടത്തും അവർക്ക് ആ ഒരു നിരാശ എപ്പോഴും ഉണ്ടാവും. അവരുടെ ഒരു പ്രവർത്തകരുടെ ഒരു ആവേശക്കുറവുണ്ടാവും. ഇത്തരത്തിലുള്ള വലിയൊരു ആവേശക്കുറവ് അവരുടെ മേൽക്കോയ്മ നേടിയിട്ടുള്ള പല പഞ്ചായത്തുകളിലും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് മറ്റു പഞ്ചായത്തുകളിലും 6,000-നും 7,000-നും 8,000-നും ഇടയിൽ വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്, പോളിംഗ് വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. ഇത് വസ്തുതയാണ്. ഈ വസ്തുത വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അങ്ങനെ അവരുടേതായിട്ടല്ലാത്ത സ്വന്തമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി അല്ലാത്തത് കൊണ്ട് LDFന്റെ ഭാഗത്തും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തും കൃത്യമായിട്ടുള്ള ഒരു വോട്ട് ചോർച്ച ഇത്തവണ നടന്നിട്ടുണ്ട്. വോട്ട് ചോർച്ചയ്ക്ക് സമാന്തരമായിട്ട് 2021-ൽ ശ്രീധരന് അവിടെ നഗരസഭയിൽ കിട്ടിയ 6,239 വോട്ടിന്റെ ഭൂരിപക്ഷം ഒക്കെ അതേ രീതിയിൽ ഇത്തവണ ആവർത്തിക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം അല്ലേ? അതിനുള്ള ഉത്തരം നാളത്തെ വോട്ടെണ്ണലിൽ ലഭിക്കില്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇപ്പോൾ പിരായിരി പഞ്ചായത്തിലെ 6,201 വോട്ടിന്റെ ഭൂരിപക്ഷം കൊണ്ടാണ് ഷാഫി അന്ന് ശ്രീധരന്റെ കുതിപ്പ് തടഞ്ഞത്. അവിടെ നിർത്താനുണ്ടോ? അവിടെ നമ്മൾ പരിശോധിച്ച് നോക്കണം. BJPക്ക് സംഘടനാപരമായി കരുത്തുള്ള മേഖലകളാണ് ഈ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. ആ മുനിസിപ്പാലിറ്റിയുടെ ങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം ഉയർന്നിരിക്കുന്നത്. അവിടെ 80, 82, 85% വരെ പോളിംഗ് ശതമാനം ഉയർന്ന ബൂത്തുകളുണ്ട്. അപ്പൊ ആ ബൂത്തുകളിലൊക്കെ ഏകദേശം 1,200 മെമ്പർ അംഗങ്ങളുള്ളിടത്ത് ഏകദേശം 1000 വോട്ട് പോൾ ചെയ്ത ബൂത്തുകളുണ്ട്. BJPയുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെ ഈ അതോടൊപ്പം തന്നെ BJP ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മറ്റു 3 പഞ്ചായത്തുകളിലാണ്. ആ പഞ്ചായത്തുകളിൽ കൃത്യമായി BJPക്ക് കിട്ടേണ്ട വോട്ടുകൾ, ആ വോട്ടുകളെ ഒരു എന്താ പറയാ ഒരു കേരളമായിട്ടുള്ള ഒരു വോട്ടർ പട്ടിക, BJP കിട്ടേണ്ട വോട്ടുകൾ വോട്ടർ പട്ടിക നേരത്തെ തന്നെ തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ചിട്ടയോടുകൂടി ആ മുഴുവൻ വോട്ടുകളെ പോൾ ചെയ്യിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും
പ്രവർത്തനങ്ങളും സംഘടനാപരമായിട്ട് BJP നടത്തിയിട്ടുണ്ടായിരുന്നു. അത് BJPയുടെ വിജയത്തിലേക്ക് നയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. രണ്ട് മുന്നണികളിലും അസ്വസ്ഥരായിട്ടുള്ള ആൾക്കാരുണ്ട്, പ്രവർത്തകരുണ്ട്. ആ പ്രവർത്തകർ BJPയിലേക്ക് വോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ സംബന്ധിച്ചിട്ടും അസ്വസ്ഥരായിട്ടുള്ള എത്രയോ പേരുണ്ടായി. സന്ദീപ് വാര്യരുടെ പോക്കോടുകൂടി അസ്വസ്ഥത അതിന്റെ ഔന്നത്യത്തിൽ എത്തിയില്ലേ എന്നുള്ള ചോദ്യവും ബാക്കി നിൽക്കുകയാണ്. അതിലേക്ക് വരാം. ഡോക്ടർ ഹരിപ്രിയ, കോൺഗ്രസ് നേതാവിനെ സംബന്ധിച്ചിട്ട് LDF അവരുടെ പ്രചാരണത്തിന്റെ പല ഘട്ടങ്ങളിലും പറഞ്ഞത് ഈ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP 3ാം സ്ഥാനത്ത് പോകും എന്ന് തന്നെയാണ്. അപ്പോൾ LDFനെ സംബന്ധിച്ചിട്ട് പോലും BJP 3ാം സ്ഥാനത്ത് പോകുന്നു എന്ന് പറയുമ്പോൾ LDFും UDFും തമ്മിലാണ് മത്സരം എന്ന് വരുന്നു. ആ ഒരു പോരാട്ടത്തിൽ ജനകീയമായ പ്രശ്നങ്ങൾ എടുത്ത് പ്രയോഗിക്കാൻ ഇത്തവണ കഴിഞ്ഞുവോ? ഇപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങൾ, ജനകീയ പ്രശ്നങ്ങൾ വലിയ രീതിയിലുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളിലേക്കൊക്കെ വോട്ടർമാരെ നയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞോ? അതോ ഈ പറയുന്ന പെട്ടി വിവാദങ്ങൾ, കള്ളനോട്ട് വിവാദങ്ങൾ, ആ കള്ളനോട്ട് വിവാദമാകട്ടെ ഒരു ഭാഗത്ത് കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് BJP പ്രതിസ്ഥാനത്തേക്ക് വരുന്നുവെന്ന് പറയപ്പെടുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഒരു ഭാഗത്തുണ്ടായിരുന്നു. ഇങ്ങനെ ജനത്തിന് വിവാദപരമായിട്ടുള്ള വിഷയങ്ങൾ ഇട്ടുകൊടുക്കുന്നതിലുപരിയായിട്ട് അടിസ്ഥാനപരമായ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ അവിടെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞോ? അതിനായിരിക്കുമോ വോട്ട് ലഭിക്കുക കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ? തീർച്ചയായിട്ടും ഈ പ്രാവശ്യം കോൺഗ്രസ് പാലക്കാടാണെങ്കിലും ചേലക്കരയാണെങ്കിലും, ഇനി വയനാട്ടിലെ കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ലെങ്കിൽ തർക്കമില്ലാത്ത കാര്യമാണ് വയനാടും ഉൾപ്പെടെ ജയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാനും മറ്റുള്ളവരും ഒക്കെ വിലയിരുത്തുന്ന ഒരു കാര്യം നിലവിലുള്ള ഭരണകൂടത്തിൻ്റെ ഭരണവൈകല്യം തന്നെയാണ്. അത് വലിയ തോതിൽ ഈ ഇലക്ഷനിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ബൈ ഇലക്ഷൻ ആണെങ്കിൽ പോലും കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു റെപ്രസെൻറ്റേഷൻ എന്നുള്ള നിലയിൽ തന്നെയാണ് വോട്ടർമാർ ഈ പ്രാവശ്യം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു വോട്ടാണ് യഥാർത്ഥത്തിൽ, കേരളത്തിലെ മൊത്തം ജനതയ്ക്ക് വേണ്ടിയുള്ള ഒരു വോട്ടാണ് പാലക്കാടും ചേലക്കരയിലും ഒക്കെ രേഖപ്പെടുത്തിയത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നമുക്കറിയാം, ഈ ഇലക്ഷൻ്റെ ഇടയിലാണ് നവകേരള മാർച്ചുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ കമൻറ്റുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്നും മറ്റുമൊക്കെയുള്ള ഇടപെടൽ ഉണ്ടാവുന്നത്, മറ്റേ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള കമൻറ്റുകൾ വരുന്നത്. അത് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ ഉടനീളം നമ്മൾ സഞ്ചരിക്കുന്ന മനുഷ്യർക്ക് കേരളത്തിലെ റോഡുകളുടെ അതേപോലെ മറ്റ് സ്ഥാപനങ്ങളെ ഇന്ന് നമുക്കറിയാം, ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട, അത് ഒരുപക്ഷെ മുമ്പ് നടക്കാത്തതുകൊണ്ട് ഈ ഇലക്ഷനിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഒരു ഓഫീസിൽ ഒരു സ്ത്രീക്ക് ടോയ്ലറ്റിൽ പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക്, ടോയ്ലറ്റ് അടർന്നു വീഴുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ അടിസ്ഥാന സൗകര്യം പോയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇന്നറിയാണ്. ഇതുപോലെയുള്ള ധാരാളം വിഷയങ്ങൾ ഓരോ പ്രദേശത്തിൻ്റെ മാത്രമല്ല, മറിച്ച് കേരളത്തിൻ്റെ മൊത്തമായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ ഒരു മന്ത്രി അണ്ടർവെയറിനകത്ത് കേസിൽ അണ്ടർവെയർ മാറ്റിയ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു. അത്തരം വിഷയങ്ങളൊക്കെ അതിൽ 2-3 കാര്യങ്ങളുണ്ട് ഡോക്ടർ ഹരിപ്രിയ. ഒന്ന്, അത് ഈ പറഞ്ഞ വോട്ടെണ്ണലിന് ശേഷം സംഭവിച്ചതാണ്. ഈ വോട്ടെണ്ണലിന് മുൻപ് സംഭവിച്ചതാണെങ്കിൽ പോലും ഈ പറയുന്ന വിഷയങ്ങളിൽ ഇപ്പോൾ അടിസ്ഥാന സൗകര്യത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു വരുന്നു, സ്ലാബ് അടർന്നു വീഴുന്നു, അതടക്കമുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെയും കേരളത്തിന് കേന്ദ്രം വലിയ സമ്മർദ്ദമുണ്ടാക്കുകയും കേരളം ഏത് വിധേനയും കേന്ദ്രത്തിന്റെ കാൽക്കൽ വീണ് യാചിക്കുന്നൊരവസ്ഥ എത്തിക്കുകയും കേന്ദ്ര ഭരണമാണ് അനിവാര്യമെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ സമ്മർദ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയവുമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് വയനാട് സഹായം ലഭിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളാകട്ടെ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് LDFും അതേപോലെ UDFും അവിടെ വയനാട്ടിൽ ഒറ്റ ദിവസം ഹർത്താൽ നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ പോവുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളെ തീർച്ചയായിട്ടും സാമാന്യ ജനം എടുക്കുന്നത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഈ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിലും അതേപോലെ തന്നെ പാലക്കാട്ടും ഇടതുപക്ഷം അഭിമാനകരമായൊരു ജയം നേടുകയാണെങ്കിൽ അത് ഇപ്പോഴത്തെ ഭരണത്തെ സംബന്ധിച്ചിട്ട് എന്ത് തരത്തിലുള്ള സന്ദേശം ഞങ്ങൾ നൽകുന്നു എന്ന് ജനം പറയാൻ ആഗ്രഹിക്കുന്നതായിട്ടായിരിക്കും താങ്കൾ അതിനെ വിശേഷിപ്പിക്കുക? ഈ തെരഞ്ഞെടുപ്പ് അത്രത്തോളം ജനഹൃദയത്തിൽ താങ്കൾ തന്നെ നേരിട്ട് സൂചിപ്പിച്ചതുപോലെ ഒരു കേരളത്തിൻ്റെ ഹൃദയമിടിപ്പായിട്ടൊന്നും ജനങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വോട്ടിംഗ് ശതമാനത്തിനുള്ള കുറവ്.
ആവേശോജ്വലമായ ഒരു ഹൃദയമിടിപ്പിന്റെ പ്രതിഫലനമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ 80% പോളിംഗ് പോയ കാലഘട്ടമൊക്കെ കേരളത്തിലുണ്ടല്ലോ, അത് വരുമായിരുന്നു. അത് വന്നിട്ടില്ല. താങ്കൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. ഈ തെരഞ്ഞെടുപ്പ് അനാവശ്യമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വസ്തുതയാണ്. അതിൽ UDFും LDFും ഒരുപോലെ പങ്കാളിത്തമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ നിങ്ങൾക്കറിയാം, ചേലക്കരയിൽ രാധാകൃഷ്ണൻ ആലത്തൂരിലെ പ്രതിനിധിയായി, ചേലക്കരയിലെ പ്രതിനിധിയായ രാധാകൃഷ്ണൻ ആലത്തൂരിലെ പാർലമെന്റ് സ്ഥാനാർത്ഥിയായി വന്ന് ജയിച്ചു പോയി. അതിൻ്റെ മുകളിലാണ് അവിടെ ഒരു ബൈ ഇലക്ഷൻ വന്നിട്ടുള്ളത്. ഇവിടെ പാലക്കാട്ട് ഷാഫി പറമ്പിലിനെ വടകര കൊണ്ടുവന്ന് നിർത്തി മുരളീധരനെ വഴിയാധാരമാക്കിയതിന്റെ പേരിലാണ് പാലക്കാട്ട് ഒരു ഇലക്ഷൻ ഉണ്ടായിട്ടുള്ളത്. ഞാൻ കേരളത്തിന്റെ ജനങ്ങളോടൊപ്പമാണെന്ന് പറഞ്ഞ് രണ്ടാമതും അതിന്റെ തുടർച്ച നൽകാൻ അവസരം കൃത്യമായിട്ട് തരും. താങ്കൾ ആ പറഞ്ഞ കാര്യം ഓർത്തു വെക്കുക. പക്ഷെ ഇടപെടേണ്ടി വരുന്നത് ഈ പറഞ്ഞ കാര്യമാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക BJPക്ക് ആയിരിക്കുമല്ലോ. കെട്ടിവെക്കപ്പെട്ട ഈ വോട്ടെടുപ്പിന് വേണ്ടി വോട്ട് ചെയ്യാൻ വിനിയോഗിക്കപ്പെട്ട ബലിയാടുകളെ പോലെ ആയിരിക്കുന്നു ജനം എന്ന് BJPക്ക് പറയേണ്ടി വന്നു. അത് കേൾക്കുന്ന വോട്ടർമാർ അത് വിശ്വാസത്തിലെടുത്തിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ അത് ഗുണം ചെയ്യില്ലേ എന്നുള്ള ചോദ്യം വരുന്നു. അതുകൊണ്ട് ഞാൻ BJP നേതാവിലേക്ക് പോവുകയാണ്. അത് ശരിയാണോ? അല്ല, ഇത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഇതാണ്. അതായത് ഒരു ഉപതെരഞ്ഞെടുപ്പ് അവിടെ എന്തിനു വന്നു എന്നുള്ള ഒരു വലിയൊരു ചോദ്യം പാലക്കാടായാലും ചേലക്കരയായാലും അത് വയനാടായാലും ഉണ്ട്. ഇപ്പോൾ വയനാടിനെ കുറിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, വളരെ ഈസി വാക്കർ ആണെന്നുള്ളത്. ഒരിക്കലും ഈസി വാക്കർ ആയിരിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അവിടെ അവർ പ്രഖ്യാപിച്ച ഭൂരിപക്ഷം ആദ്യം 5 ലക്ഷമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് 4 ലക്ഷമായി. ഈ വോട്ടെണ്ണൽ കഴിയുമ്പോൾ അതിനേക്കാളും കുറയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭൂരിപക്ഷം കുറയുമോ തോൽക്കും എന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈസി വാക്കോർ എന്നുള്ള രീതിയിലായിരുന്നു പ്രിയങ്ക ഗാന്ധി വന്നതെങ്കിലും അവിടെ പക്ഷേ മത്സരം വളരെ കടുത്ത രീതിയിലായിരുന്നു എന്നുള്ളത് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നമുക്കറിയാൻ വേണ്ടി സാധിക്കും. ഇവിടെ നേരത്തെ സൂചിപ്പിക്കുന്ന ഒരു വിഷയമായി ബന്ധപ്പെട്ട് ഞാൻ പറയാം. അവിടുത്തെ ഈ പാലക്കാട് പ്രത്യേകിച്ച് അതുപോലെ തന്നെ സംസ്ഥാനത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഒന്ന് മുനമ്പം വിഷയമായിരുന്നു. ആ മുനമ്പം വിഷയം ചർച്ചാ വിഷയം ആവുന്നത് എങ്ങനെ? അത് വർഗീയവൽക്കരിക്കപ്പെടുന്നതുകൊണ്ടാണ് അത് ചർച്ചാ വിഷയമാവുന്നത് എന്ന് മാത്രമല്ല, ആ വിഷയത്തെക്കുറിച്ച് പഠിക്കാനുള്ള സാവകാശം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ വോട്ടെടുപ്പ് വരികയും ചെയ്തു. ഇതിൽ വയനാടിനെ സംബന്ധിച്ചിട്ട് ഈസി വോക്ക് ഓവർ എന്നുള്ള വാക്ക് താങ്കൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വയനാട് ആണ് ഈ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല 2 ഉപതെരഞ്ഞെടുപ്പിലും സാമാന്യ ജനം, അത് മണ്ഡലാതീതമായിട്ട് തന്നെ സാമാന്യ ജനത്തിന്റെ ചിന്തയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടാവുക. പ്രത്യേകിച്ചും വലിയൊരു ദുരന്തം സംഭവിച്ചപ്പോൾ ആ ദുരന്തത്തിൽ അടിയന്തരമായിട്ട് സഹായം നൽകി ഒപ്പം നിൽക്കുന്നതിന് പകരം ആദ്യം കണക്ക് തരൂ പിന്നീട് സഹായമാവാം എന്ന് പറഞ്ഞുകൊണ്ട് കെറിവിച്ച് വീണ്ടും പൂർണ്ണാർത്ഥത്തിൽ ഒരു സംസ്ഥാനത്തിന് സഹായങ്ങൾ നൽകാതെ, ധനസഹായം അടക്കമുള്ളവ നൽകാതെ, അർഹിക്കുന്ന സഹായങ്ങൾ നൽകാതെ ഒരു ഭാഗത്ത് അടിച്ചമർത്തുന്നു. വലിയൊരു ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്തത്തിൻ്റെ വക്കത്ത് നിന്നുകൊണ്ടും ആ സമ്മർദ്ദം നടത്തുന്നു. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഇവിടെ വന്ന് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവരെ സന്ദർശിച്ച സമയത്തുള്ള ചിത്രങ്ങൾ മാത്രം പ്രചരിക്കപ്പെടുകയും വാഗ്ദാനങ്ങൾ നടപ്പാക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നു. ഇത് വയനാട്ടിലുള്ള ജനം മാത്രമല്ല, മറ്റ് മണ്ഡലങ്ങളിലെ ജനങ്ങൾ കൂടി, സാമാന്യ ജനം മൊത്തത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകളെ പോലും അസ്തമിപ്പിക്കുന്ന രീതിയിലേക്ക് പോവില്ലേ? നമ്മൾ വോട്ടെണ്ണൽ കഴിഞ്ഞിട്ട് കാണാമല്ലോ സാധാരണ ജനങ്ങൾ ഏത് രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട് എന്താണ് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം ചെയ്തില്ലാതെ താങ്കൾ താരമാണത്. കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം ആദ്യഘട്ടം കൊടുത്തു. ആ ആദ്യഘട്ടം കൊടുത്ത സാമ്പത്തിക സഹായത്തിന്റെ കണക്കുകൾ എവിടെയാണ്? ആ കണക്കുകളെ കുറിച്ചാണ് കേന്ദ്രം ചോദിക്കുന്നത്. 2ാം ഘട്ടം സാമ്പത്തിക സഹായം കൊടുക്കാണ്ട് അതിന്റെ പ്രോജക്റ്റുകൾ കൊടുത്തോ, അതിനു വേണ്ടിയിട്ട് പദ്ധതികൾ തയ്യാറാക്കി കൊടുത്തോ? ഒരു കാര്യം ചെയ്യാതെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ വെറും പണം മാത്രം കൊടുത്താൽ മതി എന്ന് പറയുന്നത്? അങ്ങനെ ഒരു സർക്കാർ സംവിധാനത്തിന് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല, ഇതൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് താങ്കളെ പോലുള്ള ആൾക്കാർ പോലും അല്ല, ഇത് മറച്ചുവെക്കലിന്റെ പ്രശ്നം അതിൽ ഉദിക്കുന്നില്ല. മറച്ചുവെക്കലിന്റെ പ്രശ്നമാണ് എങ്കിൽ ഈ വോട്ടെടുപ്പിന്റെ തലേന്ന് വരെയും കെഞ്ചിക്കൊണ്ട് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്ന, അഭ്യർത്ഥിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നുവല്ലോ. അപ്പോൾ പോലും ആ സമയത്ത്
പോലും അത് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പിനെ എല്ലാ പ്രാധാന്യത്തോടു കൂടി കാണുന്നത്, മറിച്ച് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലടക്കം അപ്പോഴേക്കും കേരളത്തെ ഞെക്കി ഞെക്കി പിഴിഞ്ഞ് അപ്പോൾ ഈ പറഞ്ഞ ഭരണകൂടത്തിന് വിധേയമായി ഞങ്ങൾ നിൽക്കാൻ തയ്യാറാണ് എന്ന് മൊത്തത്തിൽ എല്ലാവരും വരുന്നൊരു അവസ്ഥ സംജാതമാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള തോന്നലുണ്ടായേക്കാം. ഇത് ഞാനല്ല മറുപടി പറയേണ്ടത്. കോൺഗ്രസിലെ ഡോക്ടർ ഹരിപ്രിയ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായിട്ടും ഈ വയനാടുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെന്റ് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ മറുപടി തരാനുള്ള അവസരം പറഞ്ഞതിന് ശേഷം തന്നതിന് ശേഷം BJP നേതാവ് നിഷാന്ത് സുഗുണ്ട് നിശ്ചയമായിട്ടും ഇതിൽ മറുപടി നൽകാനുള്ള അവസരം നൽകിയിരിക്കും. ഹരിപ്രിയയുടെ സംഭാഷണം ഇത് ഏകപക്ഷീയമായ ഒരു സംഭാഷണമല്ലല്ലോ. നമ്മൾ മിണ്ടിയും പറഞ്ഞിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കും, സ്വാഭാവികമാണ്. അതിന്റെ അർത്ഥം അത് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്ക് പൂർണ്ണമാക്കാൻ അവസരം നൽകുന്നില്ല എന്നല്ല. കൃത്യമായിട്ട് താങ്കൾ പറഞ്ഞു വന്ന പോയിന്റ് ഓർത്തിരിക്കുക. എവിടെ വെച്ചാണോ തടസ്സപ്പെട്ടതായിട്ട് താങ്കൾക്ക് തോന്നിയത് ആ നിമിഷം മുതൽ, ആ തടസ്സപ്പെട്ട ഭാഗം മുതൽ അവസരം ലഭിക്കുമ്പോൾ തുടരാവുന്നതുമാണ്. ഡോക്ടർ ഹരിപ്രിയ, അങ്ങനെയല്ല. കോൺഗ്രസിന്റെ കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ കേന്ദ്രം വയനാടിന് സഹായവുമായി എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. കാരണം പ്രധാനമന്ത്രിയുടെ വിസിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹം സാധാരണഗതിയിലുള്ള ഒരു വിസിറ്റ് അല്ല നടത്തിയത്. അദ്ദേഹം ഹോസ്പിറ്റലിൽ സന്ദർശിക്കുന്നു, അവിടെയുള്ള ക്യാമ്പുകൾ സന്ദർശിക്കുന്നു. നമ്മൾ വിചാരിച്ചു അതിന് അനുകൂലമായുള്ള ഒരു വിധിയെടുപ്പ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിരുന്നു. പക്ഷേ തികച്ചും നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ മുൻ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇത് 1-2 വാർഡിൽ നടന്നൊരു സംഭവമല്ലേ എന്നാ. 1-2 വാർഡിൽ നടന്ന ഒരു ചെറിയ സംഭവത്തിന് അത് വിസിറ്റ് ചെയ്യാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രാധാന്യമെങ്കിലും അദ്ദേഹം തിരിച്ചറിയേണ്ടിയിരുന്നു. അതുപോലും വിസ്മരിച്ചുകൊണ്ടാണ് ഇതൊരു ചെറിയ സംഭവമാണ് എന്നുള്ള തരത്തിൽ അതിനെ വ്യാഖ്യാനിച്ചത്. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഇപ്പോഴുണ്ടാവുന്ന ധനക്കമ്മിക്ക് ഒരു വലിയ പരിധിവരെ കേരളത്തിന്റെ ഗവൺമെന്റ് തന്നെ കാരണക്കാരാണെങ്കിൽ ഇതിന് ഫണ്ട് നൽകാതെ ഇത്തരത്തിലുള്ള ഒരു വലിയ ദുരിത ഭൂമിയിൽ തന്നെ നമ്മളെ ഇങ്ങനെ നോക്കുകുത്തികളാക്കി ഞാനിതൊക്കെ കണ്ടിട്ട് പോകാൻ വന്നയാളാണ് എന്നുള്ള ഭാവത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോകുന്നത് അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന്റെ അപ്പുറമാണ്. വയനാട്ടിൽ മാത്രമല്ല, ഇത് പാലക്കാടിലും ചേലക്കരയിലും എഫക്ട് ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനെയാണ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി ചോദ്യം ചെയ്തിരിക്കുന്നത്. അതിൽ പാലക്കാട്ടിലെയും ചേലക്കരയിലെയും വയനാട്ടിലെയും ജനങ്ങൾ തിരിച്ചടിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അത് നമുക്ക് നാളെ വോട്ടെണ്ണുമ്പോൾ BJP പാലക്കാട് ജയിക്കുന്നു എന്ന് വിചാരിക്കുക, ചേലക്കരയിലും വയനാട്ടിലും BJPയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുന്നു എന്ന് വിചാരിക്കുക. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിഷാന്ത് സുഗുണൻ കൃത്യമായും സൂചിപ്പിച്ചതുപോലെ ഒരു ദുരന്തമുണ്ടാകുമ്പോഴാകട്ടെ മറ്റു കാര്യങ്ങളിലാവട്ടെ ഒരു സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സഹായം ലഭിക്കണമെങ്കിൽ ആ സഹായം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ കണക്കുകൾ നൽകേണ്ടതുണ്ട്. ഇതിനു മുൻപ് അത്തരത്തിൽ കണക്കുകൾ നൽകാതെ പോയതിൻ്റെ ചരിത്രമുള്ളത് കൊണ്ടാണ് കർശനമായും അക്കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇവിടെ വന്നു പോയിട്ടും അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ, കുട്ടികളെ താലോലിക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ ഉണ്ടായിട്ട് പോലും തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് വരെയും വേണമെങ്കിൽ ഞങ്ങൾ വാക്ക് നിറവേറ്റുന്നു, ആദ്യം ഇതാ സഹായം, പിന്നീട് കണക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്ന രീതിയിൽ സഹായം നൽകാമായിരുന്നു. അങ്ങനെ ചെയ്യാതിരുന്നത് കൃത്യമായ കണക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് കാര്യങ്ങൾ ഫലപ്രദമായി ചെയ്യുന്ന ഒരു കേന്ദ്ര സർക്കാർ ഇവിടെ ഉള്ളത് കൊണ്ടാണ് എന്ന് ജനം മനസ്സിലാക്കുന്നു. ജനം ഈ പറഞ്ഞ വൈകാരികതയ്ക്കൊപ്പം നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറയാൻ കഴിയും. നാളെ പാലക്കാട് BJP ജയിക്കുകയും മറ്റിടങ്ങളിൽ വോട്ട് വിഹിതം വർദ്ധിക്കുകയും ചെയ്താൽ എന്ന് വന്നാലോ എന്നുള്ളൊരു ചോദ്യം ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. ആ ചോദ്യം ഞാൻ LDFിലെ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബുവിലേക്ക് കൈമാറുകയും ചെയ്യുന്നു. ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണത്. അതിനകത്ത് എനിക്ക് അല്പം പോലും ആശങ്കയില്ലാത്തത് യാതൊരു കാരണവശാലും ഈ 3 തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നിടത്തും BJP ഈ തവണ ജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ജയിക്കുകയും വോട്ടുകൾ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ അവരെടുത്ത നിലപാട് ശരിയല്ലേ എന്ന് കേരളം വിധിയെഴുത്തും എന്നുള്ള ഒരു പ്രശ്നത്തിന് അല്ലെങ്കിൽ എന്നുള്ള ഒരു വിഷയത്തിൽ മറുപടി പറയേണ്ടുന്ന ഒരാവശ്യവുമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് സംഭവിക്കാനിരിക്കുന്ന ഒരു വസ്തുതയല്ല. രണ്ടാമത്തെ കാര്യം എനിക്ക് മനസ്സിലാവാത്തത്, അവിടെ കേന്ദ്രത്തിൽ അതുപോലെ യൂണിയൻ ഗവൺമെന്റ് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി അധികാരത്തിലിരിക്കുന്ന ഒരു ഭരണകൂടമാണ്.
തുല്യമായ പരിഗണനയിലൂടെ ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടത്തി ആ തെരഞ്ഞെടുപ്പിലൂടെ വിധിയെഴുത്ത് എഴുതി വാങ്ങി അധികാരത്തിലിരിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അപ്പൊ എന്തൊരു കണക്ക് ചോദിക്കുന്ന ഒരു വസ്തുതയാണിത്. എന്താണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം? ഫിസ്ക്കൽ ഫെഡറൽ വ്യവസ്ഥയെ കൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരാൾക്ക് അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. ഞാനിപ്പോൾ ഇവിടെ വരാൻ ഒത്തിരി വൈകിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം 16ാം ധനകാര്യ കമ്മീഷന്റെ മുമ്പിൽ അവിടെ ഏത് തരത്തിലുള്ള നിവേദനമാണ് കേരള സംസ്ഥാനം സമർപ്പിക്കേണ്ടതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു യോഗം കഴിഞ്ഞ 5 മണി മുതൽ 7:30 മണി നടന്നിട്ടുള്ള യോഗത്തിൽ കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. ആ യോഗത്തിൽ BJPയുടെ പ്രതിനിധി എന്റെ സ്നേഹിതൻ ശ്രീമാൻ JR പത്മകുമാർ പോലും 50% റേഷ്യോയിൽ ഈ കേരള സംസ്ഥാന കിട്ടണം, അതിന് വിഹിതം കിട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത് വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കേരളം മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് BJP. കൊടുത്തിട്ടുണ്ട്. എന്താണ് കൊടുത്തിട്ടുള്ളത്? CDRF ഫണ്ട് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഓബ്ലിഗേഷൻ ഓഫ് ദ യൂണിയൻ ഗവൺമെന്റ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി ഓബ്ലിഗേഷൻ ആണ്. ആസ് പെർ ഫൈനാൻസ് കമ്മീഷന്റെ തീരുമാനപ്രകാരവും കേന്ദ്രത്തിന്റെ ബഡ്ജറ്ററി പ്രൊവിഷൻസിന്റെ ഭാഗവുമായിട്ടാണ്. ഈ ദുരന്തത്തിന് ഒരു പൈസ പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. ഈ ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങൾ 400-ലധികം വരുന്ന ജീവൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യാത്മാക്കളുടെ മനസ്സാക്ഷിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് പറയാൻ കഴിയുമോ ഞങ്ങൾ അവരെയോ അവരുടെ കുടുംബത്തെയോ എല്ലാം സഹായിച്ചു എന്ന്? ഒരു വസ്തുത കൊടുത്തിട്ടില്ല. കണക്ക് വേണമെന്നാ പറഞ്ഞത്. ആയിക്കോട്ടെ, ഈ റീഹാബിലിറ്റേഷൻ ആവശ്യമുള്ള കണക്കുകൾ കൊടുത്തു കഴിഞ്ഞു. ആ കണക്കുകൾ കൊടുത്തിട്ട് മാസങ്ങളായി. ആ കണക്കുകൾ പരിശോധിച്ചു. പരിശോധനയ്ക്ക് ശേഷം ആ തീരുമാനമെടുക്കാൻ ഗവൺമെന്റിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരോട്, ആന്ധ്രയിൽ കൊടുത്തത്, ഒറീസയിൽ കൊടുത്തത്, മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുത്തതൊക്കെ കണക്കൊക്കെ കിട്ടി പരിശോധന നടത്തിയിട്ടാണോ? വെള്ളം പൊങ്ങിയ പിറ്റേ ദിവസം അവിടെ പോയി കോടിക്കണക്കിന് ഉറുപ്പിക ആ സംസ്ഥാനങ്ങൾ കൊടുത്തപ്പോ ഈ കേരളത്തിലെ ജനങ്ങള് BJPയോട് കേന്ദ്ര ഗവൺമെന്റിനോട് ചെയ്ത തെറ്റെന്താണ്? എന്ത് കുറ്റമാണ് ചെയ്തിട്ടുള്ളത്? ആ കുറ്റത്തെക്കുറിച്ച് പറയാൻ അവർ തയ്യാറാവണ്ടേ? അതുകൊണ്ട് ഞാൻ അതല്ലല്ലോ നമ്മുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ ചർച്ച. അതല്ലല്ലോ നമ്മുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ ചർച്ച എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു LDFന്റെ ഭാഗത്ത് നിന്ന് സൂചിപ്പിക്കുന്ന ഈ പറഞ്ഞ കാര്യങ്ങൾ, CDRF ഫണ്ട് ആണ് നൽകിയത്, എന്ത് കൊടുത്തു എന്നുള്ള ചോദ്യം, ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒരുപക്ഷെ ഐക്യജനാധിപത്യ മുന്നണിയും ചേലക്കരയിലും വയനാട്ടിലും പാലക്കാട്ടിലും നടന്ന പ്രചാരണ വേളകളിൽ പാർട്ടി ക്ലാസുകളിൽ ഒക്കെ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. ഞാനും അതിന് സാക്ഷിയാണ്. നിഷാന്ത് സുഗുണന് ഞാൻ അത് അപ്പോൾ തന്നെ മറുപടി പറയാതിരുന്നത് ഇവരിലൂടെ അത് വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടുമാണ്. അതേ സമയത്ത് BJP നിഷാന്ത് സുഗുണൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ പറഞ്ഞ കാര്യം BJP അവരുടെ അണികളിലേക്കും പൊതുസമൂഹത്തിൻ്റെ മുമ്പിലും ഇതേപോലെ പ്രസംഗിച്ചിട്ടുമുണ്ട്. ഇതിൽ ഏതാണ് വോട്ടർമാർ സ്വീകരിച്ചിട്ടുള്ളത്? അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു ഇപ്പോൾ കണക്കുകൾ നിരത്തിക്കൊണ്ട് സൂചിപ്പിച്ച ഈ CDRF ഫണ്ടിനെ കുറിച്ചും അതാണ് നൽകിയത് എന്നതിനെക്കുറിച്ചും ഇതര സംസ്ഥാനങ്ങൾക്ക് ചെറിയൊരു ദുരന്തമുണ്ടായപ്പോൾ നൽകിയ വലിയ തുകകളെക്കുറിച്ചുമുള്ള കണക്കുകൾ അവിടെ പ്രചാരണ വേദികൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഓർക്കുക, കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഏതുതരം പ്രചാരണമാണ്, ഏതുതരം ക്യാമ്പയിനാണ് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നത്, ആരാണ് എപ്പോഴും നിരന്തരമായിട്ട് അധികാരത്തിൽ വരുന്നത് എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ വോട്ടർമാരുടെ ഉള്ളിൽ എത്തിയോ എന്നുള്ളതാണ് വോട്ടെണ്ണുമ്പോൾ അറിയാനിരിക്കുന്നത്. ഡോക്ടർ ഹരിപ്രിയ അതിനെ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ഇത് ഈ വയനാടിൻ്റെ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പയിൻ എന്ന് പറയുന്നത് അത് വയനാട്ടിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നേരത്തെ സൂചിപ്പിച്ചല്ലോ, അത് കേരളത്തിൽ ഒന്നാകെ അത് ശ്രദ്ധിക്കപ്പെട്ട ഒന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും വോട്ടർമാരെന്ന് പറയുന്നത് പഴയ കാലഘട്ടത്തിലെ പോലെ ചെന്നു പറയുന്ന കാര്യങ്ങൾ മാത്രം കേൾക്കുന്നവരല്ല. മറിച്ച് ഇതുപോലെയുള്ള മാധ്യമങ്ങൾ, പത്രങ്ങളാണെങ്കിലും ദൃശ്യമാധ്യമങ്ങളാണെങ്കിലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനം ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട്. ആരെയും പറഞ്ഞു പറ്റിച്ച് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കാനൊന്നും കഴിയുന്ന ഒരു കാലമല്ല ഇത്. അതുകൊണ്ട് ജനങ്ങൾ കൃത്യമായ ബോധ്യത്തോടു കൂടെ തന്നെയാണ് ഈ ജനാധിപത്യ സംവിധാനത്തിനകത്ത് നിൽക്കുന്നത്. അവർ കൃത്യമായി ധാരണയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ആരാണ് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതെന്നും ജനങ്ങൾക്ക് വേണ്ടതെന്നും അവർ തീരുമാനമെടുക്കുന്നത് തന്നെയാണ് പോളിംഗ് ബൂത്തുകളിലേക്ക് ചെന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഇലക്ഷൻ എന്ന് പറയുന്നത്, ഈ 3 ഇലക്ഷനിലും
ഞങ്ങളെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് യാതൊരു തർക്കവുമില്ല. ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് സാധാരണക്കാരുടെ പ്രശ്നങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന UDF സംവിധാനം ഈ തവണ വലിയ വിജയം. അത് വയനാട്ടിലാണെങ്കിൽ ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ, നേരത്തെ BJP-യുടെ പ്രതിനിധി സൂചിപ്പിച്ച പോലെ ഞങ്ങൾ 5 ലക്ഷം പറഞ്ഞു, അത് താഴോട്ട് പോയി എന്ന് പറയുന്ന 5 ലക്ഷത്തിന് മുകളിലേക്ക് പോകുന്ന അവസ്ഥ നാളെ നമുക്ക് രാവിലെ കാണാമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ചേലക്കരയിലാണെങ്കിലും 5 ലക്ഷത്തിന് മുകളിലേക്ക് എങ്ങനെയാണ് പോകാൻ കഴിയുക? ഡോക്ടർ ഹരിപ്രിയ, BJP നേതാവ് നിഷാന്ത് സുഗുണിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി പോവുകയാണ്. ഈ അവിടെ പോൾ ചെയ്ത ശതമാനക്കണക്കും ഈ 5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷ കണക്കും തമ്മിൽ എങ്ങനെ ചേരും നിഷാന്ത് സുഗുണൻ? അത് ഇപ്പൊ ചർച്ചയിൽ എന്തും പറഞ്ഞിട്ട് പോവാലോ, അത് നാളെയുള്ള കാര്യം നാളെ നമുക്ക് നോക്കാം. എനിക്ക് പറയാനുള്ള വിഷയം ഇതല്ല. ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഇപ്പോ ചെറിയൊരു സംഭവമാണെന്ന് V. മുരളീധരൻ ജി പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അവിടെ നമ്മുടെ സർക്കാർ കൊടുത്തിരിക്കുന്ന ലെറ്ററാണ് 2 വാർഡുകളിൽ മാത്രം. കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും കൂടിയും അത് ടെലിവിഷൻ ചാനലുകളിലൂടെ ആവർത്തിച്ച് കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്, പറയപ്പെടുന്നത് എന്നല്ല. അതന്നെ കാണിക്കപ്പെടുന്നത്. പക്ഷേ ഇവിടുന്ന് സംസ്ഥാന സർക്കാർ റവന്യൂ വകുപ്പ് കൊടുത്തിരിക്കുന്ന ലെറ്റർ നിങ്ങൾ പരിശോധിക്കൂ. നിങ്ങൾ വസ്തുതകൾ പരിശോധിക്കാതെ വാർത്തകൾ മാത്രം പറയരുത്. വസ്തുതയിൽ പറഞ്ഞത് 2 വാർഡുകളാണ് ഒലിച്ചു പോയപ്പെട്ടത് എന്ന് കൃത്യമായി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിരിക്കുന്ന അപേക്ഷയിൽ പറയുന്നുണ്ട്. അതിന്റെ 2 വാർഡുകൾ ഒലിച്ചു പോയി എന്ന് പറയുമ്പോൾ ആ 2 വാർഡുകളിലുള്ള ജനം എന്ന് പറയുന്നത് ഇതര വാർഡുകളിലുള്ള ജനങ്ങളുമായി കൂടിച്ചേരുമ്പോഴാണ് കുടുംബ വ്യവസ്ഥയുണ്ടാവുന്നത്. കുടുംബങ്ങൾ, നാട്ടുകാർ, സമൂഹം, ഒരു നാട് എന്ന് പറയുന്നത് അതാണ്. ഒരു വാർഡ് അതാണ്. അപ്പോൾ നമ്മൾ ഹൃദയപക്ഷത്ത് നിന്ന് മനസാക്ഷിയുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളെ കണക്കുകളുടെ വാക്കുകളിലായിട്ട് പറയണമെന്ന് പറയുന്നതിന്റെ ഔചിത്യക്കുറവാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അല്ലല്ല, അങ്ങനെയല്ല. മനസാക്ഷിയിലല്ല. ഈ വിഷയം ചൂണ്ടിക്കാണിച്ചത് കൊണ്ടാണ് അദ്ദേഹം അത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ അതിനെ വളച്ചൊടിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾക്കെതിരെയാണ് പറഞ്ഞത്. അല്ലാതെ സംഭവം ചെറുതാണെന്നോ എന്നുള്ള രീതിയിലല്ല പറഞ്ഞത്. അത് അഡ്രസ് ചെയ്യേണ്ട വിഷയം തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ചെറുതായിട്ടൊന്ന് വെടിവെച്ചു പോലെയുള്ള വാക്കുകളൊക്കെ വരുന്നത് അവിടെ നിന്നാണ് ആ വാക്കുകളൊക്കെ വരുന്നത്. അത് അത്തരം മനസാക്ഷി ഇല്ലായ്മയിൽ നിന്നാണ് ആ വാക്കുകൾ വരുന്നത്. നിഷാന്ത് സുഗുണൻ, അങ്ങനെയല്ല. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ പോലെ പൊതുസമൂഹത്തിന് പണ്ടത്തെ പോലെ പാർട്ടി നേതാക്കന്മാർ ക്ലാസ് എടുത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ പാർട്ടി ആൾക്കാർ പോയി പറയുന്നത് മാത്രമല്ല, അവർക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിലും ഇന്റർനെറ്റിലും ഒക്കെ എല്ലാ കാര്യങ്ങളും ലഭ്യമാണ്. ലഭ്യമായതുകൊണ്ടാണ് ഓരോ നിമിഷവും അവരുടെ മുന്നിലേക്ക് BJP നേതാവ് V. മുരളീധരന്റെ ഈ വാക്കുകൾ ഒരു നാട് മുഴുവൻ ഒലിച്ചു പോയി എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുമെന്നുള്ള ചോദ്യം സാമൂഹ്യ മാധ്യമത്തിലൂടെ വരുന്നു. അതാണ് അതിന്റെ റിയാലിറ്റി, അതാണ് അതിന്റെ വാസ്തവം. അല്ല, സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരാ പറയുന്നത്? തിരിച്ചും പറയുന്നുണ്ടല്ലോ. അതെന്താ നിങ്ങൾ കാണാത്തത്? തിരിച്ചും പറയുന്നുണ്ടല്ലോ. അതാണ് തിരിച്ചും പറയുന്നത്. വോട്ടാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതിനുള്ള ആകാംക്ഷയാണ്. ഇനി മണിക്കൂറുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിൽ നാളെ വരുന്ന ഈ ഫലങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ നിലപാടുകളുടെ പ്രതിഫലനമാകുമെന്ന് കോൺഗ്രസ് നേതാവ് ഡോക്ടർ ഹരിപ്രിയ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ തുടക്കത്തിൽ തന്നെ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം LDF-നോടൊപ്പം സഞ്ചരിക്കുന്ന ശ്രീ MP ശ്രേയാംസ് കുമാറിന്റെ ഒരു പ്രസ്താവന ശ്രദ്ധിക്കുകയുണ്ടായി. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിൽ പറഞ്ഞ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുന്നില്ല എന്ന ആരോപണം ഉന്നയിക്കുന്നത് ശ്രേയാംസ് കുമാറാണ്. EP ജയരാജനെ പോലെ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിന് അദ്ദേഹത്തിന്റെ ആത്മകഥ പുറത്തുവിടാൻ കഴിയാത്ത അവസ്ഥ കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്. IAS ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ഉണ്ടാകുന്ന അടി നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഒരു വിമർശനം നമ്മൾ കണ്ടു. ഓടയിൽ വീണ വിദേശിയുടെ കാലൊടിഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൊച്ചിയിലെ കാലൊടിഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് നവീൻ ബാബുവിന്റെ മരണം ഉൾപ്പെടെ, എന്തിന് നമ്മുടെ വയനാട്ടിലെ പ്രിയപ്പെട്ട കുഞ്ഞ് സഹോദരൻ സിദ്ധാർത്ഥിന്റെ മരണം ഉൾപ്പെടെ ഈ ഇലക്ഷനിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. ഇതൊക്കെ ഈ ഭരണകൂടത്തിന്റെ ഭരണവൈകല്യങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളെ. എന്തിന് ആശുപത്രിയിൽ OP ടിക്കറ്റിന് വരെ നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് സാധാരണക്കാർ ആശ്രയിക്കുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലേക്ക് ചെല്ലാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ആക്കി തീർത്തില്ലേ? ഇത്രയേറെ ഭരണവൈകല്യങ്ങൾ ഓരോന്നായി നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു കാലഘട്ടത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഓർത്തിരിക്കുകയും അത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലേക്ക് നിക്ഷേപിക്കാവുന്ന ഒരവസ്ഥ ഇല്ലാത്ത
രീതിയിലാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ ഒരു ഭാഗത്ത് ഇതെല്ലാം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ ഇങ്ങനെയുള്ളൊരു ആക്ഷൻ ഉണ്ടല്ലോ, എന്തിനേയും തള്ളി അടുത്തതിലേക്ക് പോകുന്നത്. അപ്പോൾ ഓർമ്മ ഇല്ലാതാക്കുക എന്നുള്ളത് എല്ലാ കാലത്തും ഈ പറഞ്ഞവയുടെ ഒരു പ്രധാനപ്പെട്ട തന്ത്രമാണ്. അതുകൊണ്ട് അത് ഓർക്കപ്പെടണമെന്നും ഇല്ല. അതേ സമയത്ത് തന്നെ ഈ പറഞ്ഞ ആശുപത്രിയിൽ OP ടിക്കറ്റിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ കേരളത്തിലെ രാജ്യത്തെ ആരോഗ്യരംഗത്തിൻ്റെ സൂചികയിൽ കേരളം 1ാം സ്ഥാനത്ത് നിൽക്കുന്നതിൻ്റെ യാഥാർത്ഥ്യവും കൂടി നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു LDF നേതാവിലേക്ക് ഞാൻ പോവുകയാണ്. ഇവിടെ ഈ പറഞ്ഞ ഭരണവിരുദ്ധ തരംഗം ഇതിൽ പ്രതിഫലിക്കുമെന്ന് പറയുമ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, അത് നമ്മുടെ മുമ്പിൽ ചില ഉദാഹരണങ്ങളും ചില അനുഭവങ്ങളും ഒക്കെ നമ്മൾ വിലയിരുത്തണമല്ലോ. 2021 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉണ്ടായിരുന്ന ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കാര്യം നിങ്ങൾക്കും എനിക്കും എൻ്റെ സഹോദരി ഹരിപ്രിയക്കും ഒക്കെ മനസ്സിലാവുന്നൊരു അല്ലെങ്കിൽ ഓർമ്മയിലുള്ളൊരു കാര്യമാണ്. അന്ന് 91 അംഗങ്ങളെയും കൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോയതെങ്കിൽ 2021 തെരഞ്ഞെടുപ്പ് ഇത്രയും വലിയ, അന്ന് എന്തെല്ലാണ് ബിരിയാണി ചെമ്പിലെ പണം, പിന്നെ ഖുറാനിലെ പേപ്പറിൻ്റെ ഖുറാനിലെ പേജസിൻ്റെ ഇടയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള സ്വർണം തുടങ്ങി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാ ആരോപണങ്ങളും എല്ലാവിധ മാധ്യമങ്ങളും UDFും എടുത്ത് പ്രയോഗിച്ചിട്ട് 91 സീറ്റ് ഉണ്ടായിരുന്ന LDFന് 99 സീറ്റിലേക്ക് വർദ്ധിപ്പിക്കാനാണ് കഴിഞ്ഞിട്ടുള്ളതെങ്കിൽ ആ ഒരു വസ്തുത നമ്മുടെ അനുഭവത്തിന്റെ മുമ്പിലുണ്ട്. കാരണം ജനങ്ങൾ ഏത് തരത്തിലാണ് അതിനെ വിലയിരുത്തുന്നത് എന്ന് മനസ്സിലാക്കുവാൻ പ്രയാസമുണ്ടാകുന്ന ഘട്ടത്തിലാണ് ഇത്തരം ചില പരാമർശങ്ങളൊക്കെ വരുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ പറയാൻ കഴിയുന്നത്? ഞാൻ കേരള സർക്കാരിന്റെ കീഴിൽ, കേരള സർക്കാരിന്റെ വ്യത്യസ്ത വിവിധ സ്ഥാപനങ്ങളുടെ കീഴിൽ 1,00,000 ടോയ്ലറ്റെങ്കിലും ഉണ്ടാകും. അതിലിപ്പോൾ ഹരിപ്രിയ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ടോയ്ലറ്റിൽ ലേശം നടന്നു വീണിട്ടുണ്ട്. 1,00,000 ടോയ്ലറ്റുകൾ ഒരു സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലുള്ളതിൽ ഒരു ടോയ്ലറ്റിലെ സീലിംഗ് അടർന്നു വീണതിന്റെ പേരിലാണ് ഈ ഭരണകൂടത്തെ വിലയിരുത്തുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾ എന്നുള്ളത് ഹരിപ്രിയ മനസ്സോടുകൂടി പറഞ്ഞതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അത് അവരൊരു കോളേജ് അധ്യാപികയും വളരെ സീനിയർ ആയിട്ടുള്ള വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഓരോന്നിനെയും വ്യാഖ്യാനിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. അതൊന്നും ജനങ്ങളിലേക്ക് യേശുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. മറിച്ച് യേശുന്ന ചില കാര്യങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിവിടെ ആവർത്തിച്ച് വീണ്ടും എത്തിക്കുന്നില്ല. ജനങ്ങളുടെ മനസ്സിലേക്ക് പറയുമ്പോൾ ജനങ്ങൾക്ക് ഇത് ഏശില്ല എന്ന് വിശ്വസിക്കുകയും ജനങ്ങളെ ഇത് ബാധിക്കില്ല എന്ന് വിചാരിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ മറുഭാഗത്ത് സംഭവിക്കുന്നത് ജനങ്ങളെ അത് ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ ഇടതുപക്ഷം കേരളത്തിൽ ഇങ്ങനെ സജീവമായിട്ട് ഒരു പുരോഗമന ചിന്താഗതിയോടുകൂടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തെ വർഗരാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ സമാന്തരമായിട്ട് അതിനേക്കാൾ വലിയ ഭീമാകാരമായിട്ട് കേന്ദ്രത്തിൽ ഭരണകൂടം, BJP ഭരണകൂടം, സംഘപരിവാർ ഭരണകൂടം വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് അത് വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്നു, ഇതര സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഒരു വിലയിരുത്തലിന് കഴിയുമോ? ഇപ്പോ താങ്കൾക്ക് എങ്ങനെയാണ് അത് കഴിയാൻ പോകുന്നത്? 2019 തെരഞ്ഞെടുപ്പിൽ 303 സീറ്റോടുകൂടി 2/3 ഭൂരിപക്ഷത്തിലേക്ക് എത്തിയ ഒരു ഭരണകൂടത്തിന് 24 തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം പോലും എത്തിയിട്ടില്ല. അല്ല, ആ കേവല ഭൂരിപക്ഷം പോലും എത്താത്തതിൽ വലിയ രീതിയിൽ സന്തോഷിച്ചു. ഫാസിസത്തോട് വെറുപ്പുള്ളവർ, ഫാസിസ്റ്റിനെ എതിർക്കുന്നവർ, സംഘപരിവാറിനെ എതിർക്കുന്നവർ, ഫാസിസ്റ്റിനെ എതിർക്കുന്നവർ അതിൽ സന്തോഷിച്ചു. ആ ഭൂരിപക്ഷക്കുറവിൽ നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ആ സന്തോഷത്തിൽ അഭിരമിച്ചിരിക്കുമ്പോൾ ഹരിയാനയിലെ ഫലം വരുന്നു. ആ ഹരിയാനയിലെ ഫലം വീണ്ടും നിരാശയിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ കേരളത്തിലാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് എന്താണ്, RSS അതിന്റെ 50 വർഷം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ RSS 50 വർഷത്തിൽ അതിന്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ അവരെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിലേക്ക് കൂടി അവരുടെ പ്രവർത്തകരെ ഉൾപ്പെടുത്തുക,
കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന് തോന്നിപ്പിക്കുക, കോൺഗ്രസിനകത്തും BJP-യുടെയോ RSS-ൻ്റെയോ ഒരു ശാഖ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക, ഇതാണ് ഞങ്ങളുടെ അജണ്ട, പുറമേക്ക് അത് കൂറുമാറ്റം ആയിട്ട് തോന്നിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പലതരം പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എതിർഭാഗത്തുള്ളവർ പറയുന്നത്. അങ്ങനെ സൂക്ഷ്മമായിട്ടുള്ള വളരെ പ്രതിലോമകരമെന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും നമ്മൾ അത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് പുരോഗമനപരമായിട്ട് ഇങ്ങനെ എല്ലാം മുന്നോട്ട് പോകുമെന്ന് വിശ്വസിച്ചിരുന്നാൽ മതിയോ? അല്ല, അങ്ങനെ ഇല്ലല്ലോ. അതിനകത്ത് കോൺഗ്രസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം ഹരിപ്രിയ ഇവിടെ ഈ ചർച്ചയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഞാനതിനെ സമർത്ഥിച്ചേനെ. പക്ഷെ അവരത് പറയട്ടെ, അതത് പറയട്ടെ. പിന്നെ RSS-ന്റെ പ്രവർത്തനത്തെക്കുറിച്ച് എനിക്ക് മറ്റു ഒരു തരത്തിലുമുള്ള വേറൊരു അഭിപ്രായം ഇതിനകത്തില്ല. കാരണം RSS ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. ആ RSS തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുമില്ല. നമ്മുടെ BJP ആണ് ഇതിനകത്തുള്ള പ്രശ്നം. BJP ജനങ്ങളുടെ മുമ്പിൽ കൊടുത്തിട്ടുള്ള വിഷയം എന്താണ്, വ്യക്തമെന്നാണ്. അവർ പറഞ്ഞിരിക്കുന്നത് അഴിമതിരഹിത, കോൺഗ്രസ് കട്ടുമുടിച്ച് ആ ഭരണകൂടത്തിന് അഴിമതിരഹിത ഒരു ഭരണം ഈ നാട്ടിൽ കൊണ്ടുവരാന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. BJP-യുടെ ഉറ്റ സുഹൃത്ത് ശ്രീ ഗൗതം അദാനിക്ക് അമേരിക്കൻ കോടതിയിൽ നിന്ന് അറസ്റ്റ് വാറണ്ട് വന്ന ദിവസമായത്. അപ്പോൾ ആ മുഖങ്ങളൊക്കെ പൊളിഞ്ഞു പോവുകയാണ്, ആ മുഖങ്ങളൊക്കെ ഇല്ലാതായി പോവുകയാണ്. അതുകൊണ്ട് മാത്രമല്ല, സംസ്ഥാന സർക്കാരുകൾക്ക് പ്രഗത്ഭന്മാർക്ക്, അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് പണം കൊടുത്ത് ഈ എനർജി കരാറുകൾ സമ്പാദിക്കാൻ ശ്രമിച്ചു എന്നതിന് തുടങ്ങി നിരവധി കാര്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴതല്ലല്ലോ ചർച്ച. ഇന്നത്തെ ചർച്ച ഇതൊന്നുമല്ല. ഇന്നത്തെ ചർച്ച ഈ 3 അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെ വോട്ടിംഗ് ശതമാനം വരും. ഈ വോട്ടിംഗ് ശതമാനത്തെ സംബന്ധിച്ചിടത്തോളം 2 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും. അത് കേരള അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ ഒരു വിജയം ഞാൻ പ്രവചിക്കുന്നില്ല. അത് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു നേരത്തെ കോൺഗ്രസിൽ പ്രവർത്തിച്ചതുകൊണ്ടും ഇപ്പോൾ ഡോക്ടർ ഹരിപ്രിയ താങ്കൾക്ക് പരിചയമുള്ള ഒരു നേതാവായതുകൊണ്ടും ഒക്കെ കൂടി ഒരു സമവായത്തിൻ്റെ ഒരു അന്തരീക്ഷം അതിൽ ഉരുത്തിരിഞ്ഞു വന്നതായിട്ട് തോന്നുന്നു. അടുത്ത് താമസിക്കുന്നവരാണ്. വളരെ വളരെ കുടുംബപരമായി ബന്ധമുള്ള ആളുകളാണ്. വളരെ ഹൃദയബന്ധം സൂക്ഷിക്കുന്നവരാണ് ഞങ്ങള്. അപ്പോൾ ആ കുടുംബ ബന്ധം സൂക്ഷിച്ചുകൊണ്ടും സൗഹൃദം സൂക്ഷിച്ചുകൊണ്ടും അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു പറഞ്ഞ ഈ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും LDF വിജയിക്കും, അതേസമയത്ത് വയനാട്ടിൽ കോൺഗ്രസ് ജയിക്കും എന്നുള്ള അതിനെ കൈയടിച്ച് അംഗീകരിക്കുന്നു അല്ലേ ഡോക്ടർ ഹരിപ്രിയ? ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. ഞാനത് തുടക്കം മുതൽ ഞാൻ പറഞ്ഞത് പാലക്കാട് 15,000-ലേറെ വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്നും ചേലക്കരയിൽ ഒരു സംശയവുമില്ലാതെ പാട്ടും പാടി രമ്യ ഹരിദാസ് ജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. സൗഹൃദവും ബന്ധവും ഒക്കെ വേറെ, അതും രാഷ്ട്രീയവുമായിട്ട് കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല. വ്യക്തിബന്ധം തുടർന്നുകൊണ്ടേയിരിക്കും, ആ ബന്ധത്തിന് ഒരു ഇടിവും സംഭവിക്കില്ല. പക്ഷെ രാഷ്ട്രീയം വേറെ തന്നെയാണ്, ആശയപരമായുള്ള നിലനിൽപ്പാണ്. അതുകൊണ്ട് തന്നെ പാലക്കാടും ചേലക്കരയിലും ഈ പ്രാവശ്യം സംസ്ഥാന ഗവൺമെന്റിനെതിരെയുള്ള വിധിയെഴുത്താണ് നടക്കാൻ പോകുന്നത്. അതിൽ കോൺഗ്രസ് ഐക്യജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ല. അത് ആ വിഷയത്തിൽ എനിക്ക് കൈയടിച്ച് പാസ്സാക്കാൻ കഴിയില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ നമുക്ക് ഏതാനും മണിക്കൂറുകൾ, നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ. ആ മണിക്കൂർ കഴിയുമ്പോൾ രാഹുൽ മാക്കൂട്ടത്തിനെയും രമ്യ ഹരിദാസിനെയും എടുത്തുയർത്താൻ, അവരെ വിജയികളായി പ്രഖ്യാപിക്കുന്നത് കേൾക്കാൻ ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ മാത്രമേ അതിന് ബാക്കിയുള്ളൂ. വയനാടിൻ്റെ കാര്യത്തിൽ പിന്നെ ആർക്കും സംശയമില്ലാത്തതുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയങ്കാജി വലിയ ഭൂരിപക്ഷത്തിന്, അത് നേരത്തെ പറഞ്ഞ നമ്പറുകൾക്കൊക്കെ അപ്പുറം വലിയ ഭൂരിപക്ഷത്തിന്, വലിയ സ്നേഹത്തിൻ്റെ കവാടം തുറന്ന് അവർ പുറത്തു വരും. അവർ സ്നേഹത്തിൻ്റെ പുതിയ ഭൂമികയിലേക്ക് കടന്നു വരും, ഒരു തർക്കവുമില്ല. ആ സ്നേഹത്തിൻ്റെ മാർക്കറ്റ് തുറന്നു വെച്ച് തന്നെയാണ് പ്രിയങ്കാജി വന്ന് കയറിയ അന്ന് മുതൽ ഇതുപോലെ ഇത്രയേറെ സജീവമായ ഒരു ഇലക്ഷൻ പ്രചരണം വയനാട്ടിൽ രാഹുൽജിയുടെ ഇലക്ഷൻ സമയത്ത് പോലും ഇല്ലാതിരുന്ന അത്രയും സജീവമായ ഇലക്ഷൻ പ്രചരണമാണ് വയനാട്ടിൽ നടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രചാരണത്തിന് ആനുപാതികമായിട്ടുള്ള വോട്ടിംഗ് ശതമാനം
ഉണ്ടാവാത്തതാണ് സംശയാസ്പദമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നിഷാന്ത് സുഗുണനിലേക്ക് പോകുന്നു. നിഷാന്ത് സുഗുണൻ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു വയനാട്ടിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് പരോക്ഷമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നു. അതേസമയത്ത് പാലക്കാട്ടും ചേലക്കരയിലും LDF ജയിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് നേതാവ് ഡോക്ടർ ഹരിപ്രിയ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല, ഈ മൂന്നിടത്തും കോൺഗ്രസ് തന്നെ ജയിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. നിഷാന്ത് സുഗുണൻ പാലക്കാടിൻ്റെ കാര്യത്തിൽ അതേപോലെ ചേലക്കരയുടെ കാര്യത്തിൽ അവിടെ താമര തന്നെയാണ്, ഒരു സംശയം വേണ്ട, നിങ്ങൾ കൈയടിച്ച് പാസ്സാക്കിയാലും യാഥാർത്ഥ്യം മറ്റൊന്നാണ് എന്നാണോ പറയുന്നത്? സൂചിപ്പിച്ചു പോയി, എന്നിട്ട് അത് ഇടയ്ക്ക് വെച്ച് നിർത്തി. എങ്കിലും ആ കാര്യം കൂടെ ഒന്ന് സൂചിപ്പിക്കാം. അദാനി AKG സെന്ററിനകത്തു നിന്ന് ഇറങ്ങി വരുന്ന ചിത്രമുണ്ട്. അപ്പൊ അദാനി ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൂട്ടുകാരാണ്. അത് CPM-ന്റെ ഉൾപ്പെടെ CPM-ന്റെ AKG സെന്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ഫോട്ടോയുണ്ട്. അത് BJP ഓഫീസിൽ നിന്ന് ഇതുവരെ ഇറങ്ങി വന്നിട്ട് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് അദാനി എന്ന് പറഞ്ഞാൽ BJP ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തരുത്. പിന്നെ ഈ അദാനി വൈദ്യുതി വാങ്ങിക്കൊണ്ട് കൊടുത്തതെല്ലാം മുഴുവനും കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. അപ്പൊ അതും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പിന്നെ പാലക്കാടും ചേലക്കരയിലും അതുപോലെ വയനാട്ടിലെയും തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം, ആ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയൊരു വയനാട് ഉൾപ്പെടെ പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വരാൻ വേണ്ടി പോകുന്നത്. ചേലക്കരയിലും പാലക്കാടിലും വലിയ ഭൂരിപക്ഷത്തോടു കൂടി BJP ജയിക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. ഇത് നിങ്ങൾ വെറുതെ കാണണം, നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. കാരണം BJP വളരെ ചിട്ടയോടുകൂടി വളരെ സംഘടനാപരമായിട്ട് വളരെ ഏറ്റവും അടിത്തട്ടിൽ കൃത്യമായിട്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് നമുക്ക് തൃശ്ശൂർ വിജയിക്കാൻ വേണ്ടി സാധിച്ചു. അതേ പാറ്റേണിലുള്ള പ്രവർത്തനം പാലക്കാടിലും ചേലക്കരയിലും കൃത്യമായി നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൃഷ്ണകുമാർജി പാലക്കാട് വിജയിക്കുമെന്നുള്ള അതോടൊപ്പം തന്നെ ഇവിടെ ചേലക്കരയിൽ ബാലകൃഷ്ണൻജിയും അതിഗംഭീരമായി വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വയനാട്ടിൽ BJP അതിശക്തമായ മുന്നേറ്റമുണ്ടാക്കും. ആ കാര്യത്തിലും ഒരു സംശയവും വേണ്ട. അത് നമുക്ക് വരും മണിക്കൂറുകളിൽ അതിന്റെ വ്യക്തമായ തെളിവുകൾ കിട്ടുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട. ഏതായാലും ഈ സംഭാഷണം നമ്മൾക്കൂടെ അവസാനിപ്പിക്കാം. അദാനിയെക്കുറിച്ച് നിഷാന്ത് സുഗുണൻ പറഞ്ഞ വാക്കുകൾ മാത്രം വായുവിൽ തങ്ങി നിൽക്കുന്നു. അത് വായുവിൽ തങ്ങി നിൽക്കുന്ന ഒന്നല്ല. പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഈ കഴിഞ്ഞ വർഷങ്ങളിലുടനീളം ആരും തമ്മിലുള്ള ബന്ധം എന്ന് കൃത്യമായിട്ട് പറഞ്ഞത് ഒരു ഭാഗത്ത് വളരെ സവിശേഷമായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ അത് അമേരിക്കയുടെ കോടതി കുറ്റാരോപണം ചുമത്തുന്ന വേളയിൽ AK സെന്ററിലേക്ക് വഴിതിരിച്ച് വെക്കുകയും ചെയ്യുന്നു. അത് ഉചിതമാണോ അല്ലയോ എന്നുള്ളത് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുകയും ചെയ്യുക. വോട്ടെണ്ണൽ ആരംഭിക്കാനുള്ള നിമിഷങ്ങൾ ഓരോന്നോരോന്നായി അടുത്തടുത്തുകൊണ്ടേയിരിക്കുന്നു. രാഷ്ട്രീയ കേരളത്തിന് നെഞ്ചിടിപ്പ് കൂടുന്നു എന്ന് പറയുമ്പോൾ തന്നെയും അടിസ്ഥാന ജനവിഭാഗം പോൾ ചെയ്യാത്തവർ, പോളിംഗ് ശതമാനത്തിന്റെ കുറവ്, ഇത് കേരളത്തിലെ ഒരു ഭരണ അനുകൂല തരംഗമോ അല്ലെങ്കിൽ ഭരണവിരുദ്ധ തരംഗമോ എന്നതിനപ്പുറം ഈ ഉപതെരഞ്ഞെടുപ്പിനെ അവർ എങ്ങനെ കണ്ടു എന്നുള്ളതിന്റെ കൂടി തെളിവായിരിക്കും ഒരുപക്ഷെ വോട്ടെണ്ണി കഴിയുമ്പോൾ നാളെ വ്യക്തമാകാൻ പോകുന്നത്. വോട്ട് എണ്ണട്ടെ, അതുവരെ കാത്തിരിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കൗണ്ട് ഡൗൺ ആരംഭിച്ചുകൊണ്ടേയിരിക്കുന്നു. നമസ്കാരം.